കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ ദൈവദാസൻ എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യും. ദൈവദാസൻ പറഞ്ഞ പോലെ എൻ്റെ പേര് റജി ജോർജ്. എൻ്റെ സ്വദേശം ചെങ്ങന്നൂർ പാണ്ടനാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഗ്രാമമാണ്. പെന്തക്കോസ്ത് കുടുംബത്തിൽ 3-ാം തലമുറക്കാരൻ. ഞാനിങ്ങനെ പറയും, പെന്തക്കോസ്തിൽ ജനിച്ചാലാരും പെന്തക്കോസ്തുകാരല്ല. സ്വതന്ത്രം, അതിന് ഞാൻ തന്നെ കാരണക്കാരൻ. കാര്യം, ഏത് സമൂഹത്തിൽ ഹിന്ദുവായി ജനിക്കുന്നവന് ഹിന്ദുവാകാം, മുസ്ലിമായി ജനിക്കുന്നവൻ്റെ കർമ്മം ചെയ്താൽ മുസ്ലിമാകാം. ക്രിസ്ത്യാനിയായി ജനിക്കേണ്ടവൻ വീണ്ടും ജനിക്കാതെ എന്ത് ചെയ്യത്തില്ല, ക്രിസ്ത്യാനിയാകത്തില്ല. വീണ്ടും ജനനം നമുക്ക് ഇവരൊക്കെ ഇപ്പം വളരുന്ന പോലെ ഞാനും വളർന്നതാണ്. നമ്മുടെ സൺഡേ സ്കൂളിൽ പോകുന്നു, കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്നാനപ്പെടണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വീട്ടുകാരോ ആരെയൊക്കെ പറയുകൊണ്ട് അവരെ കണ്ടോ അവരൊക്കെ സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുമ്പം പിള്ളേർക്കും തോന്നും എന്ത് ചെയ്യും. നമ്മുടെ നാട്ടിൽ ചിലർ കർത്തമേശ കഴിക്കാൻ വേണ്ടി സ്നാനപ്പെടുന്ന പുള്ളികളുണ്ട്. അപ്പം അങ്ങനെ പല ടൈപ്പ് സ്നാനമുണ്ട്. ഇങ്ങനെ സ്നാനം നടക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ യോഗത്തിന് പോകുന്നു വരുന്നു എന്നല്ലാതെ വ്യക്തിപരമായ മാറ്റങ്ങളൊന്നും പലരും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ഞാനും എൻ്റെ കൊച്ചുപ്രായം മുതലേ പള്ളിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തെ എനിക്ക് രുചിച്ചറിയാൻ കുറേ കാലങ്ങൾ കഴിഞ്ഞു. ഞാൻ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ് ശരിക്കും കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി പഠനം കഴിഞ്ഞ് ഞാൻ മധ്യപ്രദേശ് ഇൻഡോർ എന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ആരെന്നും ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് ശരിക്കറിയാനുള്ള ഭാഗ്യം ദൈവം തന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ ശരീരം കൊണ്ടും ഞാൻ ബുദ്ധി കൊണ്ടും കൊച്ചുപ്രായം തൊട്ട് പണപരമായി യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടും കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് ചിന്തിച്ച എൻ്റെ ബുദ്ധിശാസ്ത്രത്തെയും എൻ്റെ ശാരീരിക ശാസ്ത്രത്തെയും മുഴുവൻ തകിടം മറിച്ച് കർത്താവ് ആരെന്ന് എനിക്ക് തെളിയിച്ചു തന്നു. സ്വതന്ത്രം. ചുരുക്കി പറയട്ടെ, കർത്താവിൻ്റെ വിളി എനിക്ക് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. ഒത്തിരി പ്രവാചകന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു പോകുന്ന ഒരു രീതിയുണ്ട്. ഞങ്ങളുടെ വല്യപ്പച്ചൻ ദീർഘദിവസം ഉപവസിക്കുന്ന ഒരാളാണ്. കാര്യം, നല്ല പ്രായമായപ്പോഴും നമ്മളൊക്കെ 10-40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ലോങ് ഫാസ്റ്റിംഗ് ബുദ്ധിമുട്ടെന്ന് പറയുന്നവരാണ്. അതായത് നല്ല പ്രായമായപ്പോഴും 10-40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. പുതുതായിട്ട് വന്നവരൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ട്. അവാര്യാവര യോനാച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന പഴയകാല പ്രവാചകന്മാരുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ വീടുകളിൽ വരികയും കടങ്ങന്ന കുഞ്ഞോച്ചാൻ, കല്ലുമല കുഞ്ഞോച്ചാൻ, ഇങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അവരിങ്ങനെ വന്നു പോകുന്ന ഒരു രീതി ഞങ്ങളുടെ വീട്ടിലുണ്ട്. ചർച്ചിൽ നടക്കുന്നതിനേക്കാൾ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ വീടുകളാണ് നടക്കുന്നത്. അതുകൊണ്ട് വരുന്നവരുടെ എല്ലാം കൈ ഒരു പ്രായമായപ്പോൾ മുതലേ വീഴാറുണ്ട്. പക്ഷേ എന്നെ എൻ്റെ അപ്പനോ അമ്മയോ നേർന്നതല്ല, ആരും എന്നെ നേർന്നിട്ടുമില്ല. പക്ഷേ കർത്താവിന് സ്നേഹം എൻ്റെ മേൽ പിടിപ്പാനിടയായി. സുവിശേഷ വേല അത്ര സുഖകരമായൊരു പണിയല്ല. കാര്യം, ജനിച്ചപ്പോൾ മുതൽ ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ കാലത്ത് നമ്മുടെ നാട്ടിലുള്ള ഇവിടെ ആയാൽ പോലും പല പാസ്റ്റർമാരുടെയും മക്കൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങത്തില്ല. വിളിയില്ലാഞ്ഞിട്ടല്ല, വിളി എല്ലാവരുടെ മേലുമുണ്ട്. പക്ഷേ ഞാൻ കണ്ടതാണ് ഓർമ്മ വെച്ച കാലം മുതൽ ഇപ്പോൾ ഞങ്ങളുടെ ചർച്ച 80 വർഷം പഴക്കമുള്ള സഭയാണ്. 23ാമത്തെ പാർഷായിരിക്കുന്നത്. സഹോദരം. അപ്പോൾ 23 പാർഷന്മാർ ഓർമ്മ വെച്ച കാലം മുതൽ അവർ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് എന്തും ചെയ്യാം. പാർഷന്മാർ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ എന്തായി പ്രശ്നം. അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ, ഇപ്പം വഴിയോടെ പോകുമ്പോൾ ഒരുത്തൻ പിടിച്ച് 2 അടി കൊടുത്തു, അവൻ തിരിച്ചൊരടി കൊടുത്തു. ആരുടെ കുഴപ്പം? പാർഷർക്ക് കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും പാർഷന്മാർ അനുഭവിക്കുന്ന വേദനകളൊക്കെ കണ്ട് പലപ്പോഴും അവർ വന്ന് സങ്കടം പറയുന്നത് കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അവരുടെ മക്കൾ പഠിക്കാൻ പല സോഴ്സസും ഇല്ല. ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ പോകുന്ന കാഴ്ചയൊക്കെ കണ്ടതുകൊണ്ട് ഒരിക്കലും ഒരു പാസ്സാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ എൻ്റെ ചെറുപ്രായം മുതലേ എൻ്റെ ആഗ്രഹമാണ് എല്ലാവരോടും സുവിശേഷം പറയണം. അങ്ങനെ എൻ്റെ മക്കളെ ഇവിടുത്തെ 11-ാം 12-ാം ക്ലാസ് അല്ല ഉണ്ട്, 11-12 ക്ലാസ് പഠിക്കുന്നവർ. നിങ്ങളുടെ പ്രായത്തിൽ ഒരിക്കൽ ഞങ്ങൾ പമ്പയാറിൻ്റെ തീരത്ത് താമസിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് പന്ത് കളിക്കാൻ പോകും. കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ആറ്റുകടവിൽ നിന്ന് ഒരു ദിവസം ഞാനും എൻ്റെ 2-3 സ്നേഹിതന്മാരും ഇവിടെ നമ്മൾ എല്ലാ ദിവസവും കളിക്കുകയല്ലേ, ഒരു ദിവസം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മാറ്റാം എന്ന് പറഞ്ഞ്
ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ശനിയാഴ്ച വൈകിട്ട് വേർതിരിച്ചു. ആദ്യം ഒരു വീട്ടിൽ തുടങ്ങി, പിന്നെ ഒരു റെൻറ്റിനെടുത്തിട്ട് അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. സഭാ വ്യത്യാസമെന്നെ എല്ലാവരും പെന്തക്കോസ്തുകാർ 2, 3, 4 പേരേ ഉള്ളൂ. ബ്രദറുകാരുണ്ട്, യാക്കോബക്കാരുണ്ട്, മർത്തോമക്കാരുണ്ട്, കത്തോലിക്ക, എല്ലാ വ്യത്യസ്ത സമൂഹത്തിൽപ്പെട്ടവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് 10-70 പേരുണ്ട്. അവർക്ക് വേണ്ടി ദൈവവചനം പഠിപ്പിക്കാൻ കർത്താവിനെ ഉപയോഗിച്ചു. അതുകൊണ്ട് ചർച്ചിൽ പ്രസംഗിക്കുന്ന പ്രസംഗം മുഴുവൻ ഞാൻ വിഴുങ്ങും. സ്വതന്ത്രം ഒന്നുപോലും വിടത്തില്ല. കാരണം ഞായറാഴ്ച എനിക്ക് പ്രസംഗിക്കണം. അതിന് മോഡിഫിക്കേഷൻ ഒരാഴ്ച മുഴുവൻ നടത്തും. തലേ കടന്ന് പഠിക്കുന്ന ഒന്നുമല്ല ചിന്ത, പഠനമൊക്കെ പോയി. കാര്യം ഇതാ ചിന്ത മുഴുവൻ, ഇതിങ്ങനെ തലേ കറങ്ങുക. അടുത്ത ഞാൻ ശനിയാഴ്ച വൈകിട്ടാകുമ്പോൾ അത് കക്കും. ഇതാണ് എൻ്റെ പരിപാടി. അത് ദീർഘവർഷങ്ങൾ നടന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അന്ന് ചെറിയ ബുദ്ധികൾ തുടങ്ങിയതെങ്കിലും ഞങ്ങൾക്ക് സന്തോഷത്തോടെ പറയാം, അതിൽ പലരും കർത്താവിൻ്റെ വേലക്കാരായി. നല്ലൊരു ബംഗാൾക്കാർ യേശുവിനെ അറിയാൻ കാരണമായി. സ്തോത്രം. അന്ന് ഞങ്ങളുടെ ബുദ്ധിക്കകത്ത് തുടങ്ങിയ ചുമ്മാതൊരു ചിന്ത. ഞാൻ ചില കാര്യം ഓർക്കും, നല്ല കാര്യങ്ങളൊക്കെ വെറുതെ നമ്മുടെ ബുദ്ധിക്കകത്ത് തോന്നിയാൽ അന്നേരം റിസൾട്ട് കാണത്തില്ല. അല്പം കാലം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും. സ്തോത്രം. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കാണാൻ കാത്തിരുന്നാൽ അത് ഫെയിലിയർ ആകും. സ്തോത്രം. അങ്ങനെ എൻ്റെ ഇവിടുത്തെ പ്രോജക്റ്റ് എല്ലാം ഞാൻ എൻ്റെ ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ടാണ് ജോലിക്ക് പോയത്. പക്ഷേ ജോലിക്ക് ചെല്ലുമ്പോഴാണ് ഞാൻ അത്യാവശ്യം ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പം ഇങ്ങനെ ഉപ്പാങ്ങാൻ പറഞ്ഞു പോലിരുന്നാലും സ്തോത്രം. അല്ലല്ലയോ, ചർച്ച പാസ്സായ ശേഷം ഈ കോലത്തിലായി. സ്തോത്രം. അതിനു മുമ്പ് വരെയും അത്യാവശ്യം വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, പൗലോസിക പറഞ്ഞല്ലേ, ശരീരാഭ്യാസം. ഞങ്ങളുടെ അപ്പനും അമ്മയൊക്കെ പറയും, എടാ മോനെ നമുക്കിത് പറ്റിയതല്ല. ഉടനെ ഞാൻ പറയുന്നൊരു വാചകമാണ്, പൗലോസിക പറഞ്ഞത് ഓർമ്മയുണ്ടോ? ശരീരാഭ്യാസം അല്പ പ്രയോജനം. അതുകൊണ്ട് അത്യാവശ്യം ആ തരത്തിലൊക്കെ പോയി, ബോഡി ബിൽഡിങ്ങും അത്യാവശ്യം കരാട്ടയും കുന്തമൊക്കെ പഠിക്കാനൊക്കെ പോയി. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ രക്തത്തിളപ്പില്ല. മക്കളെ, ഞാൻ പറയും താഴത്തെ വാക്യമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. എന്നാൽ ദൈവശക്തിയോ. സ്വതന്ത്രം. ഈ ശാരീരിക അഭ്യാസങ്ങളൊക്കെ താൽക്കാലികം, ദൈവത്തിൻ്റെ ശക്തി നിത്യമാണ്. അത് പിന്നീടായിരിക്കും തിരിച്ചറിയാൻ പറ്റിയത്. സ്വതന്ത്രം. അങ്ങനെ ജോലിക്കായി കടന്നുപോയി. എൻ്റെ ശരീരത്തെ ആദ്യം ദൈവം കുത്തി. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ആവണക്ക് കുത്തുന്ന പോലെ എന്ത് ചെയ്തു? ആദ്യം മലേറിയ വന്നു, തൊട്ടുപുറം ചിക്കൻ ബോക്സ് വന്നു, ശരീരം എല്ലും തോരുവായി. ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ഞാൻ സ്നേഹിച്ച ശരീരത്തെ ആദ്യം ദൈവം കുത്തിക്കളഞ്ഞു. 2 അത്യാവശ്യം 2-3 ട്രേഡുകൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഏതെങ്കിലും ട്രേഡിൽ കയറി ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോക്കാണ് പോകുന്നത്. പക്ഷേ കണ്ടത് എന്നെ ആർക്കും വേണ്ട. അങ്ങനെയാണ് ആദ്യമായി വ്യക്തിപരമായി ഉപവാസം ആരംഭിക്കുന്നത്. മറ്റേത് വീട്ടുകാരുടെ നിർബന്ധത്തിനുള്ള ഉപവാസമാണ്. പക്ഷേ വ്യക്തിപരം ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എനിക്ക് ജോലി തന്നു. മാന്യമായ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 4-4.5 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൗദിയിലേക്ക് പോകാനുള്ള വിസ എല്ലാം ക്രമീകരിച്ച് എൻ്റെ ഫാദർ ഒരു ഏജൻറ്റിക്ക് കാശൊക്കെ കൊടുത്ത്, എനിക്കും എൻ്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്ന എൻ്റെ കസിൻസ് ഉണ്ട്, ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് ഒരു എക്സ്പോർട്ടിംഗ് പരിപാടി ആരംഭിക്കുന്ന അവിടെ നിന്ന് വടക്കേണ്ടിയിൽ നിന്ന് തുണി ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി അവൻ ഇവിടുത്തെ കാര്യം നോക്കും, ഞാൻ അവിടുത്തെ കാര്യവും നോക്കാം എന്നുള്ള ചിന്തയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് സെയിൽ ടാക്സ് ഓഫീസറൊക്കെ പോയി കണ്ടു. അതിൻ്റെ പ്രൊസീജിയറെല്ലാം ചെയ്തു. എല്ലാ കാര്യവും അത്യാവശ്യം ചെങ്ങന്നൂർ മുതൽ തിരുവല്ല, പന്തളം, കോട്ടയം ഈ ഭാഗത്ത് കുറേയേറെ തുണിക്കടകൾ ഞങ്ങൾ കയറി കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. അങ്ങനെ എൻ്റെ കൂടെ അവിടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് ഇതിൻ്റെ റെഡിമെയ്ഡിൻ്റെ പരിപാടിയാണ്. 1 മന്ത് ക്രെഡിറ്റിൽ എനിക്ക് സാധനം തരാമെന്ന് പറഞ്ഞതുകൊണ്ട് പ്രോജക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത എല്ലാ ക്രമീകരണങ്ങൾ വരുത്തി. എൻ്റെ ലോക്കൽ ചർച്ചിലെ പാസ്റ്ററൊക്കെ പോയി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, റെജി നല്ല കാര്യമാണ്, രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങളെ കൂടെ എന്ത് ചെയ്തോണം. സാധാരണ ഞങ്ങൾ പറഞ്ഞൊരു കൊട്ടേഷനാണ്. പക്ഷേ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, നിൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോകും, ഒന്നും നടക്കുകയില്ല, എത്രയും വേഗം കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണം. എനിക്കിഷ്ടമില്ലാത്തൊരു ദൂതായിരുന്നു കേട്ടത്. കാര്യം സകല കാര്യവും ഞാൻ ക്രമീകരിച്ചിരിക്കുക. അന്നേരം എന്നോട് ഈ ദൂത് പറയുമ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആട്ടുഭാഷ ദൈവം ഇടപെടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹം കൂടായിരുന്നു ആഴ്ചയിൽ. ഞാൻ അതുകൊണ്ട് 15 ദിവസത്തെ ലീവ് എടുത്ത് വന്നു. 13-ാമത്തെ ദിവസം തിരിച്ച് കമ്പനി ജോലി ചെയ്യും. ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പക്ഷേ തിരിച്ചവിടേക്ക് പോകുന്നതിന് മുമ്പ് അന്ന് രാവിലെ ഞങ്ങളുടെ പാസ്റ്റർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അങ്കിൾമാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് വേണ്ടി മാത്രം ഒരു വാക്കും പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ചു. എനിക്കത് വല്ലാത്ത വിഷമം തോന്നി. യോഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ എന്താ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? നിൻ്റെ ജോലി നഷ്ടമായി,
നിനക്കിനി ഒരിക്കലും ജോലി പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇന്നത്തെ അത്രയും കമ്പ്യൂട്ടർ ഡെവലപ്മെൻ്റ് ആകാത്ത സമയമാണ്, കറുത്ത ഫ്ലോപ്പി മാത്രമുള്ള കാലം. അതുകൊണ്ട് പാക്കറ്റ് കണക്കിന് ഫ്ലോപ്പി വാങ്ങിച്ചിട്ട് ഞാനത് മുഴുവൻ അക്കൗണ്ട്സ് മുഴുവൻ കോപ്പി ചെയ്തു, പ്രോഗ്രാമും കോപ്പി ചെയ്തിട്ട് കമ്പ്യൂട്ടർ കാലിയാക്കി മൊത്തം ഡിലീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്. എൻ്റെ റൂമിലിരിക്കുക സാധനമല്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആരെയും പിടിച്ചാൽ പോസ്റ്റിൽ എന്ത് ചെയ്യരുത്. എൻ്റെ ബുദ്ധി കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഇനി അവിടുത്തെ പ്രോഗ്രാം വില കൊടുത്ത് വാങ്ങിക്കണം, അതിനെ മോഡിഫിക്കേഷൻ നടത്തണം, 6-7 മാസത്തേക്കാണ് റീ എൻട്രി ചെയ്ത് വരുമ്പോൾ ഓവർ ടൈം കൊടുക്കണം. അതുകൊണ്ട് കമ്പനി അതിന് തുനിയത്തില്ല എന്നുള്ള ചിന്തയല്ല ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. മനുഷ്യൻ ദൈവാത്മ നിയോഗം സംസാരിക്കുന്നതാകിയാൽ ഞാനവിടെ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ ജോലി നഷ്ടമായി. 15 ദിവസം കൊണ്ട് 30 കമ്പനി കയറി ഇറങ്ങി. എന്നെ ആർക്കും വേണ്ട, എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ദൈവത്തിൽ ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 5 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ഉപവാസം രീതികൾ വ്യത്യസ്തമാണ്. എൻ്റെ ഉപവാസം നമ്മൾ ഉപവസിക്കുന്നെങ്കിൽ കാര്യാദികളെ വെടിഞ്ഞെന്ത് ചെയ്യണം, ഉപവസിക്കുക എന്നുള്ള ഞങ്ങളുടെ പോളിസി. അതുകൊണ്ട് അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇന്നും ഞാൻ മാസത്തിൽ 1-2 ദിവസം അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. എല്ലായിടവും വിട്ട് മാറി ഒറ്റയ്ക്ക് ഏകാന്തമായിരിക്കുന്ന ഒരു സമയം. അന്ന് ഞാനൊരു പേപ്പർ എടുത്ത് എഴുതി വെച്ചു. ഒന്നാമത്തെ കാര്യം, കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു ഉപദേശിയും എൻ്റെ റൂമിൽ എന്ത് ചെയ്യരുത്. കാര്യം ഞാൻ പ്രവചനം കേട്ട് മടുത്തൊരാളാണ്. രണ്ടാമത് എഴുതി വെച്ച് 5 ദിവസം ഉപവസിക്കുമ്പോൾ പ്രവചനം, വചനം, സ്വപ്നം ഏതെങ്കിലും വ്യക്തിപരമായ മാധ്യമത്തോട് ദൈവനോട് എന്ത് ചെയ്യണം, സംസാരിക്കും. മൂന്നാമത് എഴുതി വെച്ചു, ഈ 5 ദിവസവും എന്നോട് സംസാരിക്കുന്നില്ലെങ്കിൽ വീണ്ടും ജോലി പ്രവേശിക്കുകയും ദൈവം തരുന്ന നന്മയുടെ ഒരു ഭാഗം കർത്താവിൻ്റെ വേലയ്ക്ക് തന്നുകൊള്ളാം. പ്രാർത്ഥന ആരംഭിച്ചു. സ്തോത്രം. നമ്മളാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പറഞ്ഞു കളയും. സ്തോത്രം. കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് പ്രയാസമുള്ള വിഷയങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. കർത്താവ് പറയുന്നതാ, ഏറ്റവും പ്രയാസമുള്ളത് ഏതാണോ അതുമായിട്ട് വേണം ചെല്ലാൻ. അത് ദൈവം നിവർത്തിച്ചത്. സ്തോത്രം. അതിന് ദൈവം ഉത്തരവാദി. കർത്താവ് നമ്മോട് പറഞ്ഞ വാക്കായതാൽ അതിന് ഉത്തരവാദി കർത്താവ്. എൻ്റെ ഏറ്റവും ടോപ്പിക് വിഷയം ഇതാ. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു. രാവിലെ മുതൽ 9 മണിക്ക് ഇരിക്കും, വൈകിട്ട് വരെ ഒരു 8:30-9 മണി വരെ പ്രാർത്ഥനയാണ്. വേദപുസ്തകവും പ്രാർത്ഥനയും പാട്ടും ഇത് മാത്രമേ ഉള്ളൂ. രാവിലെ എഴുതിയിട്ട് കുറേയേറെ നേരം സ്തോത്രം പറയും, പിന്നെ പാട്ട് പാടും, കുറച്ചു നേരം പ്രാർത്ഥിക്കും, വേദപുസ്തകം വായിക്കും. ഇങ്ങനെ റുട്ടീൻ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്ക് കട്ടൻ ചായയും കുടിച്ചുകൊണ്ടിരിക്കും. ഇതെൻ്റെ പരിപാടി. പക്ഷേ 2 ദിവസം വരെ പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും ഇല്ല. കരയാത്തൊരു മനസ്സെനിക്കുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം ഓട്ടോമാറ്റിക് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എന്നിലെന്തോ സംഭവിക്കാൻ പോകും. അങ്ങനെ തീരുമാനം. പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഞാൻ എൻ്റെ മുറിയിൽ പോയി. 8x10 ഒരു മുറിയാണ്. ആ മുറിയിൽ ഒരു സൈഡ് ചേർന്ന് ഞാനിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം എൻ്റെ ഹൃദയത്തോട് ഇടപെടുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ സകലവും ഞാൻ നിന്നോട് അറിയിച്ചിരിക്കുന്നു. ഈ വേദവാക്യം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾക്ക് പാരമ്പര്യ പെന്തക്കോസുകാരും വേദപുസ്തകം ചെയ്യാറില്ല, വായിച്ച് പഠിക്കാറില്ല. സ്തോത്രം. അവർ സന്ധ്യാപ്രാർത്ഥനയ്ക്കോ ഹോളിൽ പറയുമ്പോഴോ നോക്കിയാലായി കേട്ട് പഠിക്കുന്നവരാണ് പാരമ്പര്യ പെന്തക്കോസുകാർ കൂടുതലും. വേദപുസ്തകം വായിച്ച് പഠിക്കുന്നവരല്ല. അവിടെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ശരിക്കും വേദപുസ്തകം വായിച്ച് പഠിക്കണം. സ്തോത്രം. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പിന്നെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുകയില്ല. അങ്ങനെ പോയി വേദപുസ്തകം വായിച്ച് ആ സമയത്ത് വായിച്ച് പഠിക്കുന്ന ആക്ട്സാണ്. 1-ാം ചാപ്റ്റർ മുതൽ ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 20-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഈ വാക്യം കണ്ടു. മുമ്പ് വായിക്കുന്നതോ പിൻപ് വായിക്കുന്നതോ ഒന്നും മനസ്സിലാകുന്നില്ല. ഈ വാക്യം തന്നെ എൻ്റെ ഉള്ളത്തോട് ഇടപെട്ടു. ഞാൻ പുസ്തകം മടക്കി വെച്ച് പോയിരുന്നു. കർത്താവേ, വ്യക്തിപരമായി എന്നോട് ഇടപെട്ടു, അങ്ങയുടെ വചനത്തോട് എന്നെ സംസാരിച്ചു, ഒരിക്കലും അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് നാം വിശ്വസിക്കുന്നവർ, ജീവിക്കുന്ന ദൈവം നമ്മോട് സംസാരിക്കും. എനിക്ക് പല ആൾക്കാരുമായിട്ട് പരിചയമുള്ളതുകൊണ്ട് സേവ ചെയ്യുന്നവരും ഏതെങ്കിലും ശക്തിയെ പിടിക്കുന്നവരൊക്കെ പറയും, ആ ശക്തി ഞങ്ങളോട് എന്ത് ചെയ്തു, സംസാരിച്ചു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളോട് നമ്മുടെ ദൈവം ഒരിക്കലെങ്കിലും സംസാരിച്ചു? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഡിസിഷൻ എടുക്കണം. കർത്താവേ, അങ്ങയുടെ ശബ്ദം എനിക്ക് കേട്ടേ പറ്റൂ. സ്തോത്രം. ആ ദൈവം സംസാരിച്ചാൽ ഇവിടുത്തെ ഒരു പ്രവാചകൻ പറയുന്നതോ ഇവിടെ ആര് പറയുന്നതോ അല്ല വലുത്, അത് സ്വർഗം ഉറപ്പിച്ചിരിക്കും. സ്തോത്രം. അന്നത്തെ പകലിൽ ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ ഇടപെടുകയും ഏതെല്ലാം പ്രവാചകന്മാർ എന്നോട് ദൂത് പറഞ്ഞു, എനിക്ക് മറന്നുപോയവർ വരെ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ കാണാൻ തുടങ്ങി. എൻ്റെ 2-2.5 മണിക്കൂർ വീഡിയോ കണ്ടു. അവസാനം എൻ്റെ ലോക്കൽ പാസ്റ്റർ പറയുന്ന ദൂത് വരെ കണ്ട് ഞാൻ മുൻപോട്ടുള്ള എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് ദൈവം എനിക്ക് കാണിച്ചു തന്നു.
എൻ്റെ അവസാന കാലഘട്ടം വരെയുള്ള ചരിത്രങ്ങൾ ദൈവം എനിക്ക് കാണിച്ചു തന്ന് അന്ന് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ 24 വർഷമായി പഠനമടക്കം കർത്താവിൻ്റെ വേലയിൽ. എനിക്കിന്ന് സന്തോഷത്തോടെ പറയാം, കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിയത് ലാഭമാണ്. എന്നോ ലാഭമാണ്? കാനഡയിൽ വന്നതോ? അല്ല. സ്തോത്രം. 2500-ലധികം ആൾക്കാരെ എനിക്ക് രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആൾക്കാർ രക്ഷിക്കപ്പെട്ടത് ഹിന്ദുക്കളാണ്. സ്തോത്രം. ഒത്തിരി പേരെ പുതുതായി ക്രിസ്തുവിലേക്ക് നയിക്കാൻ. അതുകൊണ്ട് ഹിന്ദുക്കളും മറ്റ് മതത്തിൽപ്പെട്ടവരോട് സുവിശേഷം പറയാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇന്ന് ഞാൻ സുവിശേഷം പറയുന്ന ഒരാളാണ്. സുവിശേഷം പറയുന്നതിന് ഒരു മടിയും കാണിക്കാറില്ല. സ്തോത്രം. കാര്യം എനിക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ, എനിക്ക് എല്ലാറ്റിനേക്കാൾ അപ്പുറം സുവിശേഷം പറയുന്നതിനോട് ഭയങ്കര ഒരു ഹരമാണ്. സ്തോത്രം. അതിന്നും ചെയ്യുന്ന ഒരാൾ. അത് ട്രെയിൻ യാത്രയായാലും ഫ്ലൈറ്റ് യാത്രയായാലും ഏത് യാത്രയ്ക്കകത്തും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ ഷെയർ ചെയ്തിരിക്കും. സ്തോത്രം. പക്ഷെ അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചു. ഗ്രേസ് ബൈബിൾ കോളേജിൽ ഒരു 6 മാസം പഠിച്ച ശേഷം നാട്ടിൽ വന്ന് പുനലൂർ ബൈബിൾ കോളേജിൽ പഠിക്കുകയും കർത്താവിൻ്റെ വേലയിൽ കേരളം, ഹിമാചൽ പ്രദേശ്, കർണാടക തുടർന്ന് പ്രവർത്തിക്കുക. തിരിച്ച് കേരളത്തിലെത്തി. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം വരെയും ഞാൻ മാർച്ച് മാസം ഒടുവരെയും പത്തനംതിട്ട കടമരട്ട സ്ഥലത്തായിരുന്നു. ഇപ്പോൾ അവിടെ വിട്ട് ഞാൻ ലീവ് എടുത്തു 1 വർഷത്തേക്ക്. ഈ രാജ്യത്ത് വന്നു. ഇങ്ങനെ വരാനൊരു അവസരം കിട്ടി. ഇവിടെ 2 മാസം നിന്നിട്ട് US പോകാനായിട്ടാണ് വന്നത്. പക്ഷേ വന്നതിൻ്റെ അതിൻ്റെ അടുത്ത ദിവസം മുതൽ ഞാൻ കുറേ ദിവസം ഫാസ്റ്റിങ്ങിലായിരുന്നു. കുറേ 10-15 ദിവസത്തോളം ഉപവാസം ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിന് വല്ലാത്തൊരു അസ്വസ്ഥത, എൻ്റെ കൂട്ടുകാർക്ക് ചിലർക്ക് അസ്വസ്ഥത. അങ്ങനെ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ എന്തോന്നറിയത്തില്ല, പാസ്റ്റർ എവിടാ, ഇങ്ങനെ സ്റ്റേറ്റ്സിൽ കാനഡയിൽ പോയേക്കുന്നു എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു, എന്താണെന്നറിയത്തില്ല, ഞങ്ങൾക്കൊക്കെ വലിയ മനോഭാരം ഉണ്ടാകുന്നു, എന്താണെന്നറിയത്തില്ല, പാസ്റ്ററോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ US പോകരുത്, ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കുന്നില്ല എന്ന് പറയാനിടയായി. അതുകൊണ്ട് എൻ്റെ അങ്ങോട്ടുള്ള യാത്ര ഞാൻ ക്യാൻസൽ ചെയ്തു. സ്തോത്രം. ഇവിടെ 2 മാസം അവിടെ നിന്നിട്ട് സെപ്റ്റംബർ 12 തിരിച്ചു പോകാനായിരുന്നത്. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ഈ രാജ്യത്ത് തന്നെ 4 മാസം നിർത്തിയതിൻ്റെ പിറകിലെ രഹസ്യം, ഈ 12-ാം തീയതി ഞാൻ തിരിച്ചു പോകാൻ റിട്ടേൺ ടിക്കറ്റ് നോക്കിയപ്പോൾ ഹെവി ചാർജ് ആയതുകൊണ്ട് കുറേ പൈസ മുടക്കി വീണ്ടും ഞാൻ എക്സ്ട്രാ 10,000-40,000 രൂപ എക്സ്ട്രാ മുടക്കിയെങ്കിൽ മാത്രമേ റിട്ടേൺ പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മാത്രം 4 മാസം നിർത്തി ഇങ്ങനെ പോകുന്നു. പക്ഷേ ഇന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാം, ഈ രാജ്യത്ത് വന്നത് എൻ്റെ മിനിസ്ട്രിയിൽ വ്യത്യസ്തമായൊരു തലമായതുകൊണ്ടും കർത്താവിനെ ഉപയോഗിക്കാൻ, ഈ രാജ്യത്തോട് ചിലത് വിളിച്ചു പറയാൻ, ദൈവമക്കളോട് ചിലത് വിളിച്ചു പറയാൻ കർത്താവിനെ ആക്കി എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതമായതുകൊണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടമായതുകൊണ്ടും നാം വായിക്കുന്നു ദൈവത്തിൻ്റെ മുൻ നിർണയം. നാം വായിക്കാറില്ലേ? സ്തോത്രം. ദൈവത്തിൻ്റെ മുൻ നിർണയം എന്ന വാക്കിൽ ഞാൻ 100% വിശ്വസിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ മുൻ നിർണയമായിരുന്നു കാൽഗറി വന്ന് നിങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ ശുശ്രൂഷിക്കണമെന്ന് ദൈവത്തിൻ്റെ നിർണയമായിരുന്നു. സ്തോത്രം. നമ്മൾ ഏതെല്ലാം പ്ലാനിങ് തെറ്റിയാലും ഞാനിങ്ങനെ പറയും, ഞാൻ പ്രസംഗിക്കണമെന്ന് കർത്താവ് മുന്നമേ നിർണയിച്ചു വെച്ചിരുന്നു. കാര്യം എൻ്റെ ആരംഭത്തെയും എൻ്റെ അവസാനത്തെയും അറിയുന്ന ദൈവം. നിങ്ങളുടെ വഴികളെ എല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ മാനുഷിക ചിന്തകളും നമുക്ക് പല ചിന്തകളും വരും. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയും, മാനുഷിക ചിന്തകളെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ചിന്ത നമ്മളിലേക്ക് കയറി വന്നു. സ്തോത്രം. എനിക്ക് വൈഫ്, 2 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ 4 പേരും അത്ഭുതത്തിൻ്റെ സാക്ഷികളാണ്. ഇത്രയും സാക്ഷ്യം കൊണ്ട് ഇന്ന് നിർത്താം. സ്തോത്രം. എന്താണ് വിശ്വാസം, എവിടെയാ ദൈവപ്രവൃത്തി എന്നുള്ളതൊക്കെ എൻ്റെ പേഴ്സണൽ അനുഭവത്തിലൂടെ പിന്നീട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സ്തോത്രം. നമ്മളിനി മീറ്റിങ്ങുകളുണ്ടല്ലോ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയത്തിലേക്ക് ഞാൻ എല്ലാവരോടും നേരത്തെ പിടിച്ച് ദൂത് പറയത്തില്ല. നിങ്ങൾക്ക് മുമ്പിൽ ഒരു ക്ലാസ് ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് എടുക്കും. എന്താ പ്രവചനം? ഞാൻ പ്രവാചകനാണ്, പ്രവചിക്കാറുണ്ട്. എന്താ പ്രവാചകൻ? പ്രവാചകൻ്റെ ജോലി എന്താ? എന്താ പ്രവാചകൻ എന്ത് ചെയ്യണം? എന്താ പ്രവചിക്കേണ്ടത്? ഇതെല്ലാം എപ്പോഴെങ്കിലും കഴിയുമെങ്കിൽ റെക്കോർഡ് ചെയ്താൽ അത് യൂട്യൂബിൽ ഇട്ടേക്കണം. സ്തോത്രം. ദൈവസഭയെ തകർക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് ഇപ്പൊ സാത്താൻ എടുത്തിട്ടുണ്ട്. സ്തോത്രം. ഒരു പ്രവചനം കേൾക്കാൻ ഞാൻ നിങ്ങളോട് പറയും, അങ്ങോട്ട് പോകരുത്. പ്രവചനം നിങ്ങളോട് പറയാനുണ്ടോ? പ്രവാചകനെ നിങ്ങളെടുക്കില്ല. പക്ഷെ ഇന്ന് പോളിസി മാറി. സ്തോത്രം. ഇനി എന്താ പ്രവചനം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ 2 പേരും ഒന്നാ അല്ലേ? ഇപ്പം റേച്ചാനോട് ദൂത് പറയാൻ, സ്തോത്രം,
അച്ഛൻ ഇവിടെ വണ്ടി വാങ്ങിക്കുമോ, വീട് വാങ്ങിക്കുമോ, പിള്ളേർ പഠിക്കുമോ പഠിക്കത്തില്ലയോ എന്ന് പറയേണ്ടത് ആവശ്യമില്ല. അത് ദൈവം വെച്ചേക്കുന്നതാണ്. വണ്ടി വാങ്ങിക്കാൻ ദൈവം അവസരം തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വാങ്ങിക്കും. നന്മയും കരുണയും ആയുഷ്കാലം നമ്മളെ. അച്ഛൻ സ്വർഗത്തിൽ പോകാൻ വല്ല തടസ്സമുണ്ടോന്ന് ചെയ്യണം. അതാ പ്രവചനം. പക്ഷെ ഇപ്പം മാറി, ഫലപ്രഖ്യാപനമാണ്, കൈനോട്ടമായി മാറി. സ്തോത്രം. ഏത് പരുവത്തിൽ ജീവിച്ചാലും ഇപ്പം നിങ്ങൾ കുറച്ച് വരെ ഉള്ളൂ. ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ച് കളയരുത്. ഇപ്പം ഞാൻ റേച്ചാൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറയുക, ആള് എന്തെങ്കിലും ഇച്ചിരി പ്രയാസമോ ഭാരം ഉണ്ടെന്നിരിക്കട്ടെ, അച്ഛൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് യഹോവ ഭക്തനെ ആ വിളിക്കുമ്പോൾ റേച്ച ഭാര്യ വഴക്കൊണ്ടാക്കിച്ചാ വന്നത്. അച്ഛൻ ശരിയാക്കണം, അച്ഛൻ ശരിയാകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തത് വന്നത്. ഞാൻ വിളിച്ച വിളി എന്താ? തിരിച്ചച്ഛൻ കാറേ കയറുന്നതിന് മുമ്പ് പറയും, എടി എന്നെ വിളിച്ച് വിളി കേട്ടോ. ജീവിതത്തിൽ അച്ഛൻ എന്ത് ചെയ്യത്തില്ല? മാനസാന്തരപ്പെട്ടു. ഇതിപ്പം നമ്മുടെ സഭകളിലെല്ലാം എന്ത് ചെയ്യുക? ഭക്തി എന്നൊക്കെ വിളിച്ച് നമ്മളെ ഇങ്ങ് അടിച്ച് തകർത്തുകൊണ്ടിരിക്കുക. ഇതല്ല പ്രവചനം. പ്രവചനത്തിനൊരു മോട്ടിവേഷൻ. ഏറ്റവും നല്ല പ്രവാചകൻ യേശുക്രിസ്തുവാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രവചനത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ച് പഠിക്കണം. വേദപുസ്തകത്തിലൂടെ തന്നെ യേശുക്രിസ്തു പ്രവചിച്ച പ്രവചനങ്ങളിൽ ജനത്തോട് പറയുന്നു, നിങ്ങൾ മടങ്ങി വരിക. പുരോഹിതന്മാരെ നോക്കി വിളിച്ചു പറഞ്ഞത്, വെള്ള തേച്ച ശവക്കല്ലറകളെ നിങ്ങൾ പുറം വെടിപ്പാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു പ്രവചിച്ച പ്രവചനത്തിന്റെ അകത്ത് ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. സ്തോത്രം. പ്രവചനം ഒരിക്കലും ഭിന്നിപ്പിക്കരുത്. എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ചില വീടുകളിൽ ഇപ്പം നാട്ടിൽ കുറെ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് പ്രവചിക്കാൻ. ഭർത്താവിനോട് വിളിച്ചേച്ച് പറയും, ഭാര്യയോട് വിളിച്ചേച്ച് പറയുക, സഹോദരനൊരു ചെറിയ പ്രശ്നമുണ്ട്. എത്ര എണ്ണം കൈകാര്യം ചെയ്യാൻ പോയത് പുള്ളിയാണെന്നറിയോ? ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സഹോദരന് ചെറിയൊരു, നീ ഒന്ന് സൂക്ഷിച്ചോണം. പെണ്ണുങ്ങളെ കിട്ടിയാൽ പോരെ? തീർന്നില്ലേ? 1 മണിക്കൂർ താമസിച്ച് വന്നു പോയാൽ പിന്നെ പെണ്ണുങ്ങൾ എന്ത് ചോദിക്കും? എവിടെ പോയി? എന്തായിരുന്നു? 6 മാസം കഴിയുമ്പോഴത്തേന് കുടുംബം കലങ്ങി കിട്ടും. സ്വതന്ത്രം. ഇതൊന്നും പറയലല്ല. സ്വതന്ത്രം. ഭർത്താവിനോട് പറയാനുള്ളത് നേരിട്ട് ഭർത്താവിനോട്, ഭാര്യയോട് പറയാനുള്ളത് നേരിട്ട്, പാസ്റ്ററോട് പറയാനുള്ളത് പാസ്റ്ററോട് പറയും. ഇത് മൊത്തത്തിൽ എന്ത് ഇപ്പോഴത്തെ പ്രവചനം എന്താ അറിയാം? കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ച് പോകുന്ന പരിപാടിയാണ്. സ്വതന്ത്രം. കൺഫ്യൂഷൻ അല്ല പ്രവചനം, പ്രവചന ക്ലിയറാ. സ്വതന്ത്രം. ഞാൻ ഈ കാനഡ വന്നപ്പോൾ ഒത്തിരി പേര് എന്നെ വിളിക്കത്തില്ല. ടൊറന്റോയിൽ ഒത്തിരി സഭകൾ പ്രസംഗിച്ചു. കൃപയാൽ എൻ്റെ റേച്ചായി എന്നെ ആരും വിളിച്ചില്ല. സ്വതന്ത്രം. ഈ അടുത്ത കാലത്ത് കേട്ടു, കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെന്നപ്പോഴോ ഞാൻ, പാഷ എന്നടുത്ത് പോയായിരുന്നോ? ഞാൻ പോയിരുന്നു, പ്രസംഗിച്ചു. പാഷ അവിടെ വിശുദ്ധി അല്ലേ എപ്പോഴും പ്രസംഗിച്ചത്, അതുകൊണ്ട് അവർ വീട്ടിൽ വിളിക്കാൻ. ഞാൻ വിശുദ്ധി പ്രസംഗിച്ചത് കൊണ്ട് വീട്ടിൽ എന്നെ എന്ത് ചെയ്തില്ല? ദൈവമക്കളെ, എന്നെ ഇനി ആരും വിളിച്ചില്ലേലും എനിക്ക് പ്രശ്നമില്ല. കാര്യം ഞാൻ ഈ ദൂത് വിളിച്ചു പറയാൻ കാരണം, ഇനി എത്ര ദിവസം നിങ്ങളുടെ നടുവിൽ പ്രസംഗിച്ചാലും എനിക്കിതല്ലാതെ മറ്റൊന്നും പറയാനുണ്ടാകുകയില്ല. സ്വതന്ത്രം. അതുകൊണ്ട് നമ്മൾ വളരെ തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ആ ടോപ്പിക്ക് ഒരു ക്ലാസ് ആയിട്ട് എടുക്കും. എടുത്ത ശേഷം അത് നിങ്ങളെല്ലാവരും കേൾക്കണം. നിങ്ങളിത് ഷെയർ ചെയ്യണം. സ്വതന്ത്രം. എന്തിനാന്ന് ചോദിച്ചാൽ, ശത്രു ഭയങ്കര ഒരു പ്രോജക്റ്റ് ഇട്ട് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുക, കുടുംബങ്ങളെ ശിഥിലമാക്കുക. സ്വതന്ത്രം. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതാണ്, ആരോ ഒരു പ്രവാചകൻ ദന്തൽ പഠിച്ച് ഇവിടെ വന്ന കൊച്ചി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ആ പ്രവാചകൻ വെച്ച്, പാസ്റ്റർ ജയിക്കും? നീ ജയിച്ചിരിക്കും, ഇനി നീ എഴുതണ്ട. എന്തോ പറ്റി? തോറ്റുപോയി. അന്നേരം പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ എങ്ങനെ? അല്ല, നിനക്ക് അതിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. തോറ്റ കൊച്ചൻ എങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്? ആ കൊച്ചിന് എഴുതാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ വേറെ പണിക്ക് പോകണം, അതിൻ്റെ പീരീഡ് കഴിഞ്ഞു പോയി. സ്വതന്ത്രം. 15 വർഷം 16 വർഷം ഈ രാജ്യത്ത് വന്ന് ഒരു കുടുംബം കിടന്ന് കഷ്ടപ്പെടുക. കഴിഞ്ഞ ദിവസം കിട്ടിയത് എൻ്റെ കയ്യിൽ. അവരോട് ഒരു പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ബിസിനസ് തുടങ്ങിക്കണം, 10% എനിക്ക് നേക്കണം. ബിസിനസ് തുടങ്ങിയ 10% ആർക്കാ? പുള്ളിക്ക് പറഞ്ഞു കൊടുത്തത്. ഇതെവിടെങ്കിലും പ്രമാണമുണ്ടോ?
സ്വതന്ത്രം. അപ്പൊ വചനപ്രമാണമില്ലാത്തത് പലതും മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട്, കാര്യം ഇത് നിൽക്കുന്നൊരു കാലമാണ്, ഇതല്ല പ്രവചനം, നിങ്ങൾ തിരിച്ചറിയണം. സ്വതന്ത്രം. അതുകൊണ്ട് വളരെ വിവേചനം, എന്താ പ്രവചനം എന്നുള്ളത് നമ്മൾ പുറകാലെ, എങ്ങനെയാ ദൂത് വെളിപ്പെടേണ്ടത്, ദൂതിൻ്റെ അകത്തെ ഘടകങ്ങൾ എന്താ, സ്വതന്ത്രം, അത് വേദപുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കണം. അത് നാളത്തെ മീറ്റിംഗ് നമ്മൾ പഠിക്കും, അടുത്ത മണ്ഡലേ മീറ്റിംഗിൽ പഠിക്കും. സ്വതന്ത്രം. ഇന്ന് നമ്മളൊരു വാക്യം വായിച്ചിട്ട് ചില കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം, ജോബ് ചാപ്റ്റർ 21 വേഴ്സ് 15. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവൻ ആർ, അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു. Anybody read in English? God is the Almighty, that we should serve Him. And what profit should we have if we pray unto Him? സർവശക്തനോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ്? നാച്ചുറലി എല്ലാ മനുഷ്യനും ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമ്മളോട് ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്നെ കിട്ടി? നമ്മൾ പെന്തക്കോസ്തുകാർ പറയും, അയ്യോ ഞങ്ങൾക്ക് അത് കിട്ടി എന്നൊക്കെ പറയുമ്പോഴും ഒറ്റയ്ക്ക് മാറി ഇരുന്നിട്ട് നമ്മൾ ചോദിക്കും, കർത്താവ് എൻ്റെ പ്രാർത്ഥന നീ എന്താ? നാച്ചുറലി ചോദിക്കുന്നൊരു ചോദ്യം. എന്താ കാരണം? ഒരിടത്ത് ചെന്നിരിക്കുമ്പോൾ ഈ വാക്ക് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ, വിശ്വാസികളാണെങ്കിലും ഉപദേശിമാരാണെങ്കിലും പ്രവാചകന്മാരാണെങ്കിലും എന്തായിരിക്കും പറയുന്നത്? ഒരു പറ കുറവാന്ന് പറയുന്നത്. ബന്ധനം. നിന്റെ മുൻപോട്ടുള്ള ഗമനത്തെ മുഴുവൻ കെട്ടി അടച്ച് വെച്ചിരിക്കുന്നു, നിന്റെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പട്ടി പോകുന്ന പോലെ ഇരുന്ന് എന്ത് ചെയ്യും? കെട്ടുപൊട്ടിക്കട. എടാ 21 ദിവസം കഴിഞ്ഞിട്ട് 22ാം ദിവസം അടുത്തൊരു പ്രവാചനെ വിളിക്കണം. പുള്ളി വന്നിച്ച് പറയും വീണ്ടും ബന്ധനം. എടാ 21 ദിവസം ഇരുന്ന് കെട്ട് പൊട്ടാനല്ലേ? എന്താ ഈ കെട്ട് പൊട്ടാഞ്ഞേ? നമ്മൾ അന്വേഷിക്കുന്നില്ല, നമ്മൾ അന്വേഷിക്കാൻ പോയി ഇന്ന് രാത്രി. എന്താ ഈ ബന്ധനം എന്ന വാക്ക്? വെറുതെ ഈ സാധാരണ നമ്മൾ രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് മർത്തോമിൽ നിന്നപ്പോൾ ബന്ധനമില്ലായിരുന്നു, യാക്കോബിൽ നിന്നപ്പോൾ ബന്ധനമില്ലായിരുന്നു, കത്തോലിക്കൽ നിന്ന് ബന്ധനമില്ലായിരുന്നു. എപ്പോഴാണ് ബന്ധനം കേട്ടു തുടങ്ങി? പെന്തക്കോസ്തി വന്നപ്പോൾ മുതൽ ബന്ധനം. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ഭക്തനെയും ഒരു ശത്രുവിനും തൊടാൻ പറ്റിയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. യഥാർത്ഥമായി രക്ഷ പലതുണ്ട്, എല്ലാ രക്ഷയും രക്ഷയല്ല. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് വിശുദ്ധ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് വിശുദ്ധ ജീവിതം. ആർക്ക് സ്നാനപ്പെടാം? ഒത്തിരി പേർ സ്നാനപ്പെട്ടിട്ട് മാറി നിൽക്കുന്നുണ്ട്. ആർക്ക് സ്നാനപ്പെടാം, ആർക്കും അന്യഭാഷ പറയാം, ആർക്കും എന്തും ചെയ്യാം. പക്ഷെ വചനം പറഞ്ഞു വിശുദ്ധ ജീവിതം ഒരു പ്രായോഗികമാണ്. സ്വതന്ത്രം. ഇവിടെ ജീവിക്കുന്ന നിങ്ങൾ ഇവിടെ എമിഗ്രൻ്റ് ആയിട്ട് വന്നപ്പോൾ നിങ്ങൾ IELTS പാസ്സായിരിക്കാം, നിങ്ങൾ പണം $6,000-6,500 കെട്ടിവെച്ചിട്ടുണ്ടാകാം. ഈ രാജ്യത്തേക്ക് വരുമ്പോൾ എല്ലാം നിങ്ങൾ നിയമങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങൾ മെഡിക്കൽ ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റും നിങ്ങളെ ഇങ്ങോട്ട് കയറ്റിവിടത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിനും പറയാനുള്ളത്, നിങ്ങൾ മെഡിക്കൽ ഫിറ്റ് അല്ലെങ്കിൽ, നിങ്ങൾ സ്വർഗീയ രാജ്യത്തിന്റെ പ്രവേശനത്തിന് മെഡിക്കൽ ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോകത്തില്ല. സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ ആ ഭക്തനെ തൊടാൻ കഴിയത്തില്ല. തെളിവെന്ന ചുമ്മാതെ പറഞ്ഞാൽ മതിയോ? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. Gospel of John chapter 1 verse 4 or 5. യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ അണ്ടർലൈൻ ചെയ്യണം. ഇരുള് വെളിച്ചത്തെ പിടിച്ചടക്കയില്ല. യേശു പറയുന്നു ഞാൻ വെളിച്ചം. യോഹന്നാൻ പറയുന്നു അങ്ങനെയല്ലേ, ഞാൻ വെളിച്ചം. അടുത്ത യേശു പറയണം മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ വെളിച്ചം അകത്തുള്ളിടത്തോളം കാലം. ഹിൽ സ്റ്റേഷന്റെ മുകളിൽ ഒരു വീടിരിക്കുന്നതെങ്കിൽ അവിടെ ഇരുട്ടായാലും വെട്ടം ഉള്ളിടത്തോളം കാലം താഴ്വരയിൽ നിൽക്കുന്നവൻ അത് കാണും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു ഒരുവന്റെ അകത്ത് വന്നാൽ
അന്ധകാരത്തിൽ കിടന്ന് നമ്മളെ അത്ഭുത പ്രകാശം വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്ത ഒരു ജാതിയാക്കിയത് ഇരുട്ടിക്കിടന്ന നമ്മള് ക്രിസ്തു അകത്തേക്ക് വന്നപ്പോ വെളിച്ചം നമ്മുടെ അകത്ത് വന്നു. സ്തോത്രം. വെളിച്ചം അകത്ത് വന്നു. യേശു പറയുന്നു, ഞാൻ ജീവനാ, ഞാൻ വെളിച്ചമാ. സ്തോത്രം. അവനെ ഇരുട്ട് തൊടുകയില്ല. സ്തോത്രം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ ബേസ്മെന്റിലാണ് ഇരിക്കുന്നത്. ഇവിടെയും ശരിക്കും ക്ലോസ് ചെയ്താൽ ഈ ലൈറ്റ് പോയാൽ ഇരുട്ട് വരും. പക്ഷേ ഈ ലൈറ്റ് കിടക്കുന്നിടത്തോളം കാലം ഇരുട്ടിന് ഇതിൻ്റെ അകത്തേക്ക് വരാൻ പറ്റുകയില്ല. റൈറ്റ്? മനസ്സിലാവും നമുക്ക്? ഓക്കെ. ഒരിക്കലും ഈ ഇരുട്ട് ഇങ്ങോട്ട് കയറി വരികയില്ല. വെളിച്ചം നിൽക്കുന്നിടത്തോളം കാലം ഇരുട്ട് നമ്മളെ വിട്ടു മാറും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ പിശാച് പറഞ്ഞു, ഞാൻ അറുപ്പാനും മുടിപ്പാനും വരുന്നു എന്ന് പറയുന്നവൻ എങ്ങനെ അകത്തേക്ക് വരും? രണ്ടാമത്തെ കാര്യം, ഇവിടെ അച്ഛൻ്റെ മക്കള് അവന്. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കാൻ പോവാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാം വാക്യം. അതുകൊണ്ട് നാം ദുർബല സാക്ഷി നീങ്ങുവാൻ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴിയപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. 19 വാക്യങ്ങൾ നിങ്ങൾ പറയാൻ വീട്ടിൽ ചെയ്ത് വായിക്കണം. യേശു തന്റെ ദേഹം എന്ന തെരശ്ശീലൂടെ നമുക്ക് ജീവനുള്ള പുതുവഴി തുറന്നു തന്നു. യേശു തന്റെ ശരീരത്തിലൂടെ നമുക്ക് വേണ്ടി തന്റെ രക്തം ഊറ്റി തന്നു. ഈ രക്തം എവിടെ വന്നു? ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളെ തളിക്കപ്പെട്ടു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ മോൻ ഇവിടെ ഉണ്ട്, ഇവിടെ 2 മക്കള്, ഇനി ഇവരും ഉണ്ട്. ഇവര് പറയും, മോനെ നിന്റെ പപ്പയാടാ. എൻ്റെ പപ്പ അതുകൊണ്ട് അതാ. ഇനി വലിയ പപ്പായോ കൊച്ചു പപ്പായോ ഏതൊരു പപ്പായോ ഉണ്ടെങ്കിലും അവൻ പറയുന്ന വാക്കുണ്ട്, എൻ്റെ പപ്പ. 2, ഇവനൊരു പനി വരട്ടെ, ഇവനൊരു ദിവസം ഒന്ന് ഉറങ്ങാതിരിക്കുക, അല്ലെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക, നിങ്ങൾ എന്നെ ചെയ്യും? അറിയാ എന്നെ ചെയ്യും? മരുന്ന് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഇവനങ്ങ് കിടന്ന് കുത്തി മറിയുക, തല കുത്തി മറിയുക, ഇവനങ്ങ് വേദന കൊണ്ടിട്ട്. എന്നായിരിക്കും ചെയ്യുന്നത്? ആശ്വസിപ്പിക്കുകയോ? ഇവർ കരയും, ഇവരാദ്യം കരയും. അങ്ങനെ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. കേട്ട മാത്രയിൽ തന്തയുടെയും തള്ളയുടെയും സകല കപ്പാസിറ്റിയും പോയി. എന്നാ കാരണം? എന്നാൽ അതേ സ്ഥലത്ത് ഇവൻ അസുഖം വരട്ടെ. ഇവൻ അസുഖം വന്നപ്പോൾ അച്ഛനെ വിളിച്ച് പാസ്റ്റർ പറഞ്ഞു, ഇന്ന അച്ഛ ഇന്ന മോന് സുഖമില്ലാതിരിക്കുക. കുഴപ്പമില്ല പാസ്റ്റർ, പ്രാർത്ഥിക്കാം. കുഴപ്പമില്ല പാസ്റ്റർ. എന്നാൽ അച്ഛൻ്റെ മോന് അസുഖം വന്നാലോ? എന്താടാ മോനെ പറയടാ? കരച്ചില്ല. കാര്യം രക്തത്തിൽ നിന്ന് ജനിച്ച കുഞ്ഞിനോട് ഒരു വിശേഷ കടപ്പാടുണ്ട്, ഒരു ബന്ധമുണ്ടെങ്കിൽ യേശുവിന്റെ രക്തം അകത്ത് വന്നവൻ അന്യനല്ല, അവൻ ദൈവവുമായി കടപ്പാടുള്ളവനാണ്. രക്തമകത്ത് കിടക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിന് അവന്റെ മേൽ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മളേറെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശത്രു, ഞാൻ ചോദിക്കുന്നത്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഇവിടുത്തെ രീതിയിൽ നാട്ടിൽ പട്ടി ഓടി നടക്കുന്ന സമയമാണ്. എൻ്റെ കൊച്ചനെ പട്ടി കടിക്കാൻ വന്നത് 16 വയസ്സുണ്ടല്ലോ. എടാ മോനെ മാറി ഒഴിച്ചോടാ, പട്ടിക്കിട്ട് എറിയടാ എന്നാണ് പറയുന്നത് അവനെ കടിക്കാൻ വരുമ്പം. എൻ്റെ കൊച്ചനെ രക്ഷിക്കുക എന്നുള്ള ജോലി എൻ്റേതാ. അവൻ്റെ 16 വയസ്സല്ലോ വലുത്. കാര്യം എനിക്ക് അവനെ സൂക്ഷിക്കണം. ശത്രുവിൻ്റെ കടിയിൽ നിന്ന് രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും വില കൊടുത്ത് ഞാനും നിങ്ങളും അങ്ങോട്ട് ചെന്ന് കയറിയതല്ല. കർത്താവ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എൻ്റെ മേലും നിങ്ങളുടെയിലും ഇട്ട് നമ്മളെ മക്കളാക്കി വെച്ചെങ്കിൽ സ്തോത്രം, നമ്മെ ശത്രുവിന്റെ കയ്യിൽ തല്ലാൻ കൊടുക്കും. സ്തോത്രം. പിന്നെ എങ്ങനെ നമുക്ക് ഈ ബന്ധനം വന്നേ? സ്തോത്രം. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ, യേശുവിൻ്റെ ജീവൻ നമ്മുടെ മേൽ, യേശുവിൻ്റെ രക്തം നമ്മുടെ മേൽ. 3 ഘടകങ്ങൾ ദൈവത്തോട് നമ്മെ ബന്ധിപ്പിച്ചെങ്കിൽ ഇവിടെ ചോദിക്കുന്നു, എവിടെയാ പിന്നെ ശത്രു തൊടുന്നത്? എവിടുന്നാ ഈ ബന്ധനം വന്നത്? സ്തോത്രം. കാര്യം ഞാൻ 23 വർഷമായി ഭൂതത്തെ ഇറക്കുക. ഞാൻ ഇങ്ങനെ പറയും, അനാവശ്യമായി ഒരു പിശാചും ആരുടെയും മേൽ വെറുതെ വരികയില്ല.
അവൻ ഇഷ്ടമുള്ള ഏതെങ്കിലും സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യേശുവിനെ വിളിച്ചാലേ വരത്തുള്ളൂ. പുള്ളിയെ വിളിക്കേണ്ട, പുള്ളി ഓട്ടോമാറ്റിക്കലി ഇതാ ഇവ തമ്മിലുള്ള വ്യത്യാസം. തമ്പുരാനെ വിളിച്ചാലേ വരത്തുള്ളൂ, പക്ഷെ പിശാചിനെ വിളിക്കേണ്ട. അവന് ഇഷ്ടമുള്ള കാര്യം എന്ത് ചെയ്താൽ മതി? രണ്ട് വർത്താനം അങ്ങ് പറഞ്ഞാൽ മതി. സ്വതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സങ്കടം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സഹോദരിമാർ പറഞ്ഞ വാചകമാണ്, അങ്ങ് ചത്താ മതിയായിരുന്നു. എളുപ്പമുള്ള വാക്കല്ലേ? മനോഭാരം വരുമ്പോഴോ, ഭർത്താവ് വഴക്ക് പറയുമ്പോഴോ, പിള്ളേരെ കുരുത്തക്കേട് കാണിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ വായിൽ പെട്ടെന്ന് വരുന്നൊരു വാക്ക്, എന്തിനാ ഇങ്ങ് ചത്താ മതിയായിരുന്നു. പിറ്റേ ദിവസം മുതലാണ് നമുക്ക് അസുഖം തുടങ്ങും. ഇവനെ നമ്മൾ വിളിച്ചു വരുത്തിയാ, ബാ ഇൻവിറ്റേഷൻ ചെയ്താ, ബാ നിനക്ക് ഞാൻ പണി തരാം. അവൻ നോക്കി നിൽക്കുക. അതുകൊണ്ടാണ് വേറെ ദിവസം നിങ്ങൾ പിശാചിനിടം, നിങ്ങൾ പറയുന്നതിനെ നിങ്ങൾക്ക് വന്നു ഭവിക്കും. സ്വതന്ത്രം നിങ്ങളുടെ വാക്ക് ഉവ്വേ ഉവ്വേ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ശത്രുവിനെ പിടിക്കാൻ നീ അവസരം കൊടുത്താൽ അവൻ വന്ന് കയറിയിരിക്കും. സ്വതന്ത്രം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഉള്ള അത്രയും സമയം കൊണ്ട് ചിന്തിക്കുന്ന വിഷയം, എവിടുന്ന ഈ ബന്ധനം വന്നത്? സ്വതന്ത്രം ഒരു വാക്യം വായിക്കാം. മത്തായി 12:31-32. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും. ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ഞാൻ ക്ഷമിക്കയില്ല. അടുത്തത് ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അതവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ, ആ വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോണം, ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട്. ഇതാര് പറഞ്ഞതാ? യേശു നേരിട്ട് പറഞ്ഞ വാക്യം. സ്വതന്ത്രം ഞാൻ 31-ാം വാക്യം പറയും, കോമൺ വാക്യമാണ്, സകല മനുഷ്യരോടും പറയുന്ന വാക്യമാണ്. 32-ാം വാക്യം പറയുന്നത് എന്താ? ആരെങ്കിലും മനുഷ്യപുത്രന് വിരോധമായ ഒരു വാക്ക് പറഞ്ഞാൽ അതവനോട്, യേശുക്രിസ്തുവിന് വിരോധമായി പറഞ്ഞാൽ യേശു ക്ഷമിക്കും. എന്റെ ഭാഷയിൽ പറഞ്ഞ ഡാവിഞ്ചി കോഡ് സിനിമ ഇറക്കി സായിപ്പ് അല്ലേ? യേശു മറിയ മദ്ദലക്കാരത്തി മറിയ യേശുവിന്റെ ഭാര്യയാന്ന് പറഞ്ഞു. യേശുവിന് ബഹുഭാരിത്വം ഉണ്ടെന്ന് പറഞ്ഞ പുള്ളി എന്ത് ചെയ്തത്? ഇറക്കിയത്. എന്താ അങ്ങനെ ഇറക്കാൻ കാര്യം? ചുമ്മാ ഇറക്കിയതാണ്. സകല മതത്തിലും ബഹുഭാരിത്വം ഉണ്ട്. വ്യഭിചാരമില്ലാത്ത ഒറ്റ ഒരാൾ യേശു മാത്രം. അതിനെ പൊളിക്കാൻ പിശാചി കാണിച്ച നമ്പർ 1 ഒരു ആയുധമാണേത്, ഇവന്റെ ഡാവിഞ്ചി കോഡ്. നമ്മുടെ നാട്ടിലും ആ കാലഘട്ടത്തിൽ വഴിനീളെ കൊടിയും പിടിച്ച് എല്ലാവരും നടന്നു, ഇത് തെറ്റാണെന്നും പറഞ്ഞു. ഞാൻ ഇന്ന് ഓർക്കുന്നു, അവിടുത്തെ ന്യൂസ് ചാനലിൽ സംവാദത്തിന് വെക്കും. നമുക്ക് എന്നെ കിട്ടിയ സംവാദം ഉണ്ടല്ലോ അവിടെ. അപ്പൊ സംവാദത്തിന് വെച്ചപ്പോൾ ഒരു ഹിന്ദു പറയുകയാണ്, അത് കാണിക്കുന്നത് തെറ്റാ, യേശു സത്യമാണ്. തത്വചിന്തകനാ പറയുന്നത്, ഒരിക്കലും അങ്ങനെ ഒരു ചരിത്രം ഇല്ല. നമ്മൾ ചിന്തിക്കണം, അത് പറഞ്ഞത് ദൈവികമെങ്കിൽ നിലനിൽക്കും, പൈശാചികമെങ്കിൽ തകർന്നു പോകും. നോക്കണം, ദൈവത്തിന് വിരോധമായി ഇറക്കി അവന്റെ പദ്ധതികളെ ദൈവം പൊളിച്ചു കഴിഞ്ഞാൽ അവൻ കടക്കാരനായി. സ്വതന്ത്രം ഏറ്റിക്കോ ഒരു ദൈവമില്ല എന്ന് പ്രസംഗിച്ച് നടന്നു, അദ്ദേഹത്തോട് ദൈവം ക്ഷമിക്കും. 6-ാം തലമുറ എഴുതി ഇടമറകിനോട് ദൈവം ക്ഷമിക്കും. സ്വതന്ത്രം പക്ഷേ എല്ലാവരോടും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് വിരോധമായി പറഞ്ഞാൽ എന്താ ഈ പരിശുദ്ധാത്മാവ്? നമ്മൾ കൈയടിച്ച് അന്യഭാഷ പറയുന്നതാണോ പരിശുദ്ധാത്മാവ്? നോക്കാം, 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം. എന്താ പരിശുദ്ധാത്മാവ്? ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. നീ ഇവിടാന്നോടാ ജനിച്ചു വളർന്നേ? നാട്ടിലായിരുന്നോ? വെരി ഗുഡ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, എന്താ വായിച്ചത്? ദൈവാത്മാവിൽ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ തൃത്വത്തിൽ 3-ാമനാകുന്ന നമ്മുടെ ചിന്ത പഠിപ്പിക്കാൻ മുഴുവൻ എന്താ അറിയുമോ? കയ്യടിച്ച് അന്യഭാഷ വരുന്ന പരിശുദ്ധാത്മാവ്. ഇനി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ പോയി പിതാവിനോട് വാങ്ങി നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരാം. എന്താ അയച്ചു തരുന്നത്? പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തരിക. എന്താ ഈ പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് നടക്കണം? ഇവിടുത്തെ എല്ലാ പെന്തക്കോസുകാരാണ്. നീ ഒറ്റ വാക്യത്തിൽ നോക്കിയാൽ മതി. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും
പരിശുദ്ധാത്മാവ് വന്നാൽ സത്യം ചെയ്യണം. പരിശുദ്ധാത്മാവ് അകത്തുള്ളവന് കള്ളം കാണിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഉള്ളവന് ആരോടും വഞ്ചന കാണിക്കാൻ പറ്റും. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു നോക്കെ. അടുത്ത പറയുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോഴെന്ത് ചെയ്യുക? സന്തോഷം വരണം. സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് എന്ത് ചെയ്യും? എടാ, എന്റെ ചോദ്യം, ഇവിടെ എത്ര പേർക്കറിയാം ന്യായവിധി ഉണ്ടെന്നുള്ളത്? ഇപ്പോഴും നമ്മുടെ നല്ലൊരു പങ്ക് ബന്ധക്കോസ്തർ സ്വർഗവും നരകം ഇവിടാന്നാ നീതിച്ചേക്കുന്നത്. നല്ലത് ചെയ്ത സ്വർഗം, ഇച്ചിരി കഷ്ടപ്പെട്ടാൽ നരകം. ഇത് രണ്ടും ഇവിടെ അല്ല. സ്വത്രം. 191 കാറ്റഗറിക്കാരാണ് നരകത്തിൽ പോകുന്നത്. അതിൽ പെന്തക്കോസ്തുകാർ പോകുന്ന സ്ഥലമുണ്ട്. പെന്തക്കോസ്തുകാർക്ക് സെല്ല് വെച്ചിട്ടുണ്ട്. സ്വത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാ സെല്ല്. നമുക്ക് എപ്പോഴും സമയം കിട്ടുകയാണ് നോക്കാതെ നരകം എന്ന ടോപ്പിക്ക്. ഈ കല്യാണത്തിന് എല്ലാവരും എന്ത് ചെയ്തു? ക്ഷണിച്ചു. എല്ലാവരും എന്ത് ചെയ്തു? ഒഴിഞ്ഞു മാറി. യേശുവോട് പറഞ്ഞ വാചകമാ, വഴിത്തലക്കൽ കിടക്കുന്നവരെ പോയി എന്ത് ചെയ്യുക? ആ കൂട്ടത്തിൽപ്പെട്ടവരാ നമ്മളല്ല. ഈ തൊഴുത്തിൽപ്പെടാത്തവർ കല്യാണത്തിന് വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ നമ്മളെ വിളിച്ച് കയറ്റിയതാണ്. അപ്പൊ മണവാളൻ ഒരു എഗ്രിമെന്റ് ചെയ്തു. രാജാവ് ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. വരുന്നവനെല്ലാം എന്ത് ചെയ്യണം? കല്യാണ വസ്ത്രം കൊടുത്തിരിക്കണം. വേദോസം പറഞ്ഞു, തേജസ്സിന്റെ വസ്ത്രം, മഹിമയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം, നിർമ്മലത വസ്ത്രം. വേദോസം കൊടുത്തേക്കുന്ന വാക്യങ്ങളാ. ഈ വസ്ത്രം നീ എന്ത് ചെയ്യണം? കല്യാണത്തിന് കയറി വസ്ത്രം ധരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാൻ? ആരുടെ പൗട്ടിനൊത്ത വസ്ത്രമാ? രാജാവിന്റെ പൗട്ടിനൊത്ത വസ്ത്രമാ. സ്വത്രം കൊടുത്തേക്കുന്നത്. രാജാവിന്റെ പവിട്ടിനൊത്ത വസ്ത്രം ധരിക്കാതെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവനെങ്കിലും കല്യാണ പന്തിക്ക് കയറി ഒരുത്തൻ എന്ത് ചെയ്തു? അവനെ പിടിച്ച് എന്താ ചെയ്തേ? ഏറ്റവും അത് ഒറ്റ സെല്ലിൽ 9 സെല്ലിലും ഇരുട്ടില്ല. ഒറ്റ സെല്ല് മാത്രമേ ഇരുട്ടുള്ളൂ. ഒറ്റ സെല്ലിലെ കയ്യും കാലും കെട്ടിയിടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ വെളിച്ചമാ, കർത്താവ് വെളിച്ചമാ കേട്ടോ, പോണം, അയ്യോ സ്വർഗത്തിൽ പോകണം, അവിടെ സൂര്യൻ പ്രകാശിക്കാന്നൊക്കെ പറഞ്ഞ് നടക്കുകയല്ലേ. അന്നേരം നമ്മൾ വെളിച്ചത്തെ നോക്കി നടക്കുന്ന പുള്ളികൾ, വെളിച്ചം വസ്ത്രം പോയപ്പോ നീതി പോയി, അനീതി വന്നു, വിശുദ്ധി പോയി, അശുദ്ധി വന്നു, നിർമ്മലത പോയി, നീതികേട് വന്നു. സ്വത്രം. ഇവരും കൈയടിക്കും, ഇവരും പാട്ട് പാടും, ഇവരും അന്യഭാഷ പറയും. ശ്രദ്ധിച്ചോണേ. നമ്മൾ വിചാരിക്കുന്നറിയാമോ ഈ കയ്യടിയും അന്യഭാഷയുമാണ് ഒരുവനെ ആത്മീകൻ? നോ. ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ റൈറ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. സ്വത്രം. ഇവിടെ വ്യക്തമായി പഠിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ ഈ വേദപുസ്തക തെളിവ് തന്നെ വാക്യത്തിലൂടെ തന്നെ പോകുന്നു. അതുകൊണ്ടാണ്. കാര്യം വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കണം. സ്വത്രം. എനിക്ക് വേണമെങ്കിൽ അല്ലാതെ വെച്ച് കിച്ചിപ്പാം. പക്ഷെ വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമാകിയാൽ ഇതിനെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ഇതിന് ഉത്തരവാദി ഞാനോ സോണിപ്പാസോ നിങ്ങളോ ആരും അല്ല. പരിശുദ്ധാത്മാവ് ഉത്തരവാദി. പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ട വചനം ഞാൻ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവോട് നാം പാപം ചെയ്യുന്നു. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ പെന്തക്കോസുകാരൻ കല്യാണ വസ്ത്രമില്ല, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ പറയുന്നത് അവന് ഏറ്റവും പുറത്തൊരു കൈ എന്തിനാ ഈ കൈയും കാലും കിട്ടുന്നേ? റൈറ്റ് അച്ഛാ. ഇല്ലെങ്കിൽ അവൻ ഇരുട്ടത്ത് കിടന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞു. അവൻ ഇരുട്ടത്ത് കിടന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞത്. തമ്പുരാൻ അറിയാം ഈ ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. സ്വത്രം. നമ്മൾ എപ്പോഴെങ്കിലും നോക്കട്ടെ, ഞാൻ കഴിയുമെങ്കിൽ നമുക്ക് എടുക്കാം. ഈ ദൈവശക്തി എന്ന് പറയുന്നത് ഒറിജിനലും ഉണ്ട്, ദൈവശക്തി ഒന്നേ ഉള്ളൂ. പക്ഷെ ഈ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ തിരിച്ചെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. സ്വത്രം. കണ്ടാലല്ലേ എങ്ങനെ ഇരിക്കും? ബോംബെ ജോലി ചെയ്താലും ഉണ്ടോ? അച്ഛാ, മേഡ് USA ഉണ്ട്, ഉല്ലാസനഗർ സിദ്ധി അസോസിയേഷൻ ഉണ്ട്, ഇന്ത്യൻ USA ഉണ്ട്. കണ്ട സ്റ്റഫ് എല്ലാം ഒരുപോലെ. ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചു നോക്കൂ, ഉല്ലാസകാരൻ്റെ സ്റ്റാഫും അമേരിക്കക്കാരൻ്റെ ബെഡ്ഷീറ്റിൻ്റെ സ്റ്റാഫും കണ്ടാൽ ഒരേപോലെ. പ്രിന്റിങ് ഒരുപോലെ, എഴുത്ത് ഒരുപോലെ, കോഡ് നമ്പർ ഒരുപോലെ, എല്ലാം കണ്ടാൽ ഒരുപോലെ. പക്ഷേ അമേരിക്കക്കാരൻ്റെ ബെഡ്ഷീറ്റിന് 6 മാസം കഴിയേച്ച് നമ്മുടെ നാട്ടിൽ പണ്ട് അമ്മച്ചാർ ചെയ്യുമല്ലോ, 4 മൂലയ്ക്കും പിടിച്ചിട്ട് ഒരടി അടിക്കുമല്ലോ. ഉല്ലാസക്കാരൻ്റെ ബെഡ്ഷീറ്റ് അടിച്ചാൽ നടുക്കൂടി ഇങ്ങനെ കീറിപ്പോരും. അമേരിക്കക്കാരൻ്റെ ബെഡ്ഷീറ്റ് അടിച്ചാൽ 6 വർഷം കഴിഞ്ഞാലും ഇത് ചെയ്യത്തില്ല. ഇതായി ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. ഇതുപോലെ
ഇപ്പൊ പെന്തക്കോസിന്റെ അകത്ത് ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്. ഇതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന വേദപുസ്തകത്തിലൂടെ. സ്വതന്ത്രം. ദൈവാത്മാവും പ്രവചിക്കും, വെളിച്ചപ്പാടും പ്രവചിക്കും. കുവൈറ്റിൽ ഈയിടെ ഒരു ദൈവദാസൻ ചെന്ന് പ്രവചിച്ചു, നിനക്ക് ഇന്ന സമയത്ത് ഇന്നടത്ത് ജോലി കിട്ടാൻ പോവാം, ഇത്ര രൂപ ഇൻക്രിമെന്റ് കിട്ടും, ഇന്ന സ്ഥലത്ത് നീ താമസിക്കും. ഓ, എന്നെ കറക്റ്റാ. പക്ഷെ സംഭവിച്ചെന്നറിയാമോ? പിടിച്ചപ്പോ പുള്ളിക്ക് സേവയാ. പുള്ളിയെടുക്ക പ്രാർത്ഥിക്കാൻ പോയ ഒരാൾ എന്നോട് ഇവിടെ ടൊറന്റോയിൽ ഇപ്പൊ പുള്ളി അറിയാ, എന്റെ റെജി എടാ എന്നെ കറക്റ്റ് ദൂതാടാ. പക്ഷെ ഇപ്പഴാ അറിയുന്നത് എന്ത് പറ്റിയത്. ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്ന ഒരു സഹോദരിക്ക് ഭൂതോളയപ്പം പറയുക, ഞാൻ വന്നതൊന്നുമല്ല, വന്നു കയറിയതാ. ഈ എല്ലാവരുടെയും മുമ്പിൽ പോയി തല കാണിക്കരുത്, അതിന് വേണ്ടിയാ പറയുന്നത്. നമുക്കിപ്പോൾ ആര് കണ്ടാലും ഖടാന്ന് കാച്ചി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വിചാരിക്കും, പിന്നെ തൊണ്ടയോട് ഇടറാമെന്നുണ്ടോ, പുള്ളി പെർഫെക്റ്റ് പ്രവാചകനാണ്. ഇപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ട് എന്താ ഈ തൊണ്ട ഇടറാത്തേന്ന്. തൊണ്ട ഇടറിക്കഴിഞ്ഞ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാമല്ലോ പ്രവാചകനാണ്. അതൊന്നും അല്ല. നമ്മൾ അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒത്തിരി ആൻസൈറ്റി ചെയ്യാം. ഏതോ പുള്ളിയുടെ കൈ വലിയ സാരി ഇരിക്കുകയാണ്, അങ്ങനൊന്നും അല്ല. ഞാൻ അവിടെ ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ കയറി ഉടനെ എന്നോട് ചോദിച്ചു, ചായ വേണോ പക്ഷേ കാപ്പി വേണോ? എന്തായാലും തന്നേരം കുടിച്ചേക്കാന്ന് പറഞ്ഞു. എന്നാൽ പോയി ബാത്റൂമിൽ പോയി ഞാൻ കൈയും കാലും ഒക്കെ ഒന്ന് കഴുകി ഫ്രഷായി നല്ല എറണാകുളത്ത് യാത്ര ചെയ്ത് പോവാം. രാത്രി 8:30 വന്നിരുന്നപ്പോൾ പരിശുദ്ധാത്മനോട് വാക്യം പറഞ്ഞു, അമ്മമ്മ ആ വാക്യം ഒന്ന് വായിച്ചെന്ന് പറഞ്ഞു. വായിച്ചെന്ന് ചക്ക വിട്ട് താഴെ കിടപ്പുണ്ട്. ഇവരുടെ ഭൂതം അങ്ങോട്ട് ഇളകി കഴിഞ്ഞിട്ട് എന്നോട് പറയുക, ഞാൻ വന്നതല്ല, എന്നെ വിളിച്ചു വരുത്തിയതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്നെങ്ങനെ ഇത് വന്നതെങ്ങനെ? വഴിയെ കൂടെ പോയ ഞങ്ങളെ വിളിച്ചു കയറ്റി വരുത്തിയതാണ്. വഴിയെ കൂടെ പോയി ഒരു പാസം ഭാര്യയും കൂടെ ബോധം കെട്ടു. വീട്ടുകാരൻ ചോദിച്ചു, എങ്ങോട്ട് പോവാ, നിങ്ങൾ എവിടെ പോയതാ? പുള്ളിക്ക് ആ പെന്തക്കോസ്തിന്റെ സ്പിരിറ്റ് കയറിയിട്ട് ചോദിച്ചതാ. ഈ കണ്ടകടച്ചാണ് എല്ലാം വിളിച്ച് വീട്ടിൽ കയറ്റും. വേദപുസ്തക പ്രമാണത്തിൽ നിന്നുകൊണ്ടേ നമ്മൾ എന്ത് ചെയ്യാം. വഴിയെ കൂടെ പോയ പുള്ളിയെ വീട്ടിൽ വിളിച്ച് കയറ്റി. അങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ തന്നെ അവർ പറഞ്ഞു, ചായ വേണോ കാപ്പി വേണോ? എന്തായാലും വേണ്ട, കുടിച്ചോളാന്ന് പറഞ്ഞു. ചായ ഇട്ടോണ്ട് വന്നിട്ടേ പറഞ്ഞു, അങ്ങോട്ടിരുന്നേ സഹോദരോട് പറഞ്ഞു, ഇരുന്നോളാൻ പറഞ്ഞു. മകളെ ഇപ്പോൾ പ്രവചിക്ക എന്ന് പറഞ്ഞ് അവരുടെ തലയിലോട്ട് കൈവച്ചു സഹോദരി. അവർ പ്രവചനവും തുടങ്ങി. ഞാൻ ചെല്ലുന്ന അന്ന് വരെയും പ്രവചനം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോണേ, ഈ നമ്മള് വേദപുസ്തകത്തെ അറിയാതെ കുറെ അന്ധരാക്കി നമ്മളെ കളയുക. സ്തോത്രം. അവര് പ്രവചിച്ചു. അവരോട് നേരത്തെ ദൂതുണ്ടായിരുന്നു, നിന്നെ ദൈവാത്മാവ് നാവെടുത്ത് ഉപയോഗിക്കും, നിന്നിലൂടെ ദൂതറിയിക്കും. ഭർത്താവിനോട് പറഞ്ഞു, മോളോട് പറഞ്ഞു, മോനോട് പറഞ്ഞു, വീട്ടിൽ കിടക്കുന്ന സകല വിശ്വാസികളെ കുറിച്ച് പുള്ളി പ്രവചിക്കാൻ തുടങ്ങി. പ്രവചനത്തിന്റെ ബഹളമാ. സ്തോത്രം. തിരിച്ചറിയണം, ഇവയെ നാം നന്നായി ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഒറിജിനലുമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റും. സ്തോത്രം. എപ്പോഴെങ്കിലും നമുക്ക് കഴിയുമെങ്കിൽ ആ ഭോഗം എടുക്കാം, അത് നന്നായിരിക്കും. സ്തോത്രം. ഇത് രണ്ടും കൂടെ എടുത്താലേ നമ്മുടെ ഈ പെന്തക്കോസ്തലിന്റെ അകത്തൊരു കറക്റ്റ് വരത്തുള്ളൂ. സ്തോത്രം. പ്രവചനം എടുക്കണം, ഹോളി സ്പിരിറ്റും എടുക്കണം. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കണം. ആരുടെ മേലെ ദൈവശക്തി ഇറങ്ങുന്നത് അത് പഠിച്ചണം. സ്തോത്രം. ഇത് നമ്മൾ പഠിക്കപ്പെടുമ്പോൾ നമ്മുടെ ഭാഗത്ത് എവിടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്രമീകരിച്ചോ. എന്റെ തലയെ തൊട്ട് പറഞ്ഞില്ലെന്നൊന്നും ആരും എന്ത് ചെയ്യരുത്, പറയരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തോട്, സ്തോത്രം, ഹൃദയത്തോട് ഇടപെട്ടാൽ ഞാൻ പറയും, സ്ഥലം നോക്കാതെ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യണം. സ്തോത്രം. അതിൽ പരാജയമല്ല, അത് ജയമാണ്. സ്തോത്രം. ഇവിടെ വായിച്ചു നോക്കിയാൽ നമ്മൾ വാക്യം വായിച്ചതാണ് പരിശുദ്ധാത്മാവ്. എന്താ പരിശുദ്ധാത്മാവ്? തൃത്വത്തിൽ മൂന്നാമത്തെയാൾ നമ്മോടൊപ്പം എന്ത് ചെയ്യുക? എപ്പോൾ യേശു എൻ്റെ കർത്താവെന്ന് പറഞ്ഞു അന്നേരം മുതൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എന്ത് ചെയ്തു? സത്യം പറയണം, ശരി പറയണം, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തണം. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ അനുസരിക്കുന്നു, ശരിയാ, ശരിയും തെറ്റും ഒക്കെ നമ്മൾ പറയുന്നു. പിന്നെങ്ങനെ നമ്മുടെ ഇത് വന്നത്? യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 10-ാം വാക്യം. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ആർക്ക്
പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് എന്തായി? ഒന്ന് തിരിച്ചു നോക്കിയേ. ഇതുവരെ നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ബന്ധനത്തെ തിരിച്ചറിഞ്ഞില്ല. ആരാർക്ക് ശത്രുവായി? വേദപുസ്തകം പറയുന്നു നമ്മുടെ മീഡിയേറ്റർ പരിശുദ്ധാത്മാവാ. മീഡിയേറ്റർ അങ്ങ് മാറി, അവൻ നമുക്ക് വിരോധമായി. എന്തുകൊണ്ട്? നാം മത്സരിച്ചു. ഞാൻ പറയും, ഒരു പ്രവാചകൻ പറഞ്ഞതിനേക്കാൾ അപ്പുറമായി നിങ്ങളുടെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ ശരിയെയും തെറ്റിനെയും ഐഡന്റിഫൈ ചെയ്ത് അന്തരാത്മാവാണ്. സാഹചര്യം വെച്ച് ഒരിക്കലും ഐഡന്റിഫിക്കേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് നോ എന്ന് പറഞ്ഞാൽ നോ, യെസ് എന്ന് പറഞ്ഞാൽ യെസ്. സ്വത്രം. അതിനാരുടെയും ഞാൻ പറയും സപ്പോർട്ട് വേണം. സ്വത്രം. ഞാൻ ആരെയും അങ്ങനെ കൂസുന്ന പുള്ളിയൊന്നുമല്ല. എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്ക് അറിയാവുന്ന കാര്യമാണ്. കാര്യം എന്നാൽ പരിശുദ്ധാത്മാവിനോടൊരു കാര്യം പറഞ്ഞു ഞാൻ അതിനെ ശിരസ അനുസരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം കാനഡ നിന്നാൽ വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലെന്നറിയാം, അവിടെ പോയാൽ വലിയ ബെനിഫിറ്റ് ഉള്ളതെന്നറിയാം. പക്ഷേ ഞാൻ തുറന്നു പറയാമല്ലോ, എനിക്ക് പ്രസംഗിക്കാൻ 365 ദിവസം കേരളത്തിൽ പ്രസംഗിക്കാൻ സമയമുണ്ട്. പക്ഷേ ഇവിടെ വന്നത് ഞാൻ പ്രസംഗത്തിൻ്റെ നിങ്ങൾക്ക് അയ്യോ ഞാൻ എന്നെ ദൈവം അയച്ചാന്ന് പറഞ്ഞൊന്നുമല്ല, എനിക്ക് കാശ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത്. സ്വത്രം. എല്ലാവരും പറഞ്ഞു ദൈവം അയച്ചിട്ട് വന്നു എന്നൊക്കെ പറയും. ദൈവം അയച്ചു, അതുകൊണ്ട് ഞാൻ വന്നു, കാര്യം ശരിയാ. പക്ഷേ എൻ്റെ ഉള്ളിലെ മോട്ടിവേഷൻ എന്താ? അച്ഛാ ദൂത് പറയുക മാത്രമല്ല, എനിക്ക് 10 കാശ് വേണം അച്ഛാ. സ്വത്രം. പക്ഷേ 10 കാശിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഞാൻ വിൽക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട കാര്യമാണ്, പരിശുദ്ധാത്മാവിനെ വിറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കാശുണ്ടാക്കരുത്. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുന്ന ആത്മാവിന്റെ മണ്ഡലത്തെ പ്രസംഗിക്കുമ്പോൾ ആ ആത്മാവിനെ ഞാൻ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ പ്രസംഗം എന്നാ വ്യർത്ഥം? അതുകൊണ്ട് പോലും നിങ്ങളുടെ പ്രവൃത്തിയില്ലാത്ത പ്രസംഗം വ്യർത്ഥം. സ്തോത്രം. കാര്യം പ്രസംഗിക്കാൻ ചെല്ലുന്ന നമുക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടായി, ആത്മാവിൽ ഡിസിപ്ലിൻ ഉണ്ടാകും. ഇവിടെ വേദപുസ്തകം വായിച്ചപ്പോൾ കാണുന്നത് അവർ അവന്റെ പരിശുദ്ധാത്മാവോട് എന്ത് ചെയ്തു? മത്സരിക്കുന്നവൻ ആരാ? സ്വർഗ്ഗത്തിൽ പോവും. മത്സരം ആഭിചാര ദോഷം പോലെ ശാഠ്യം വിദ്യാപൂജ പോലെയും എത്രേ മത്സരിക്കുന്ന ഒറ്റ ഒരാൾ സ്വർഗ്ഗത്തിൽ പോകുന്നു. ശ്രദ്ധിച്ചോണം. ശരിക്കും പരിശുദ്ധാത്മാവ് അകത്തൊരാടെ മേലുണ്ടെങ്കിൽ അവന് പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു കാരണത്തിൽ ഒരു കൊച്ചു പിണക്കം വന്ന അടുത്ത ഞായറാഴ്ച കർത്തൃമേശയും വെക്കുക, എന്ത് ചെയ്യും? നിങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ കർത്തൃമേശ എടുക്കാൻ. ഇതിൻ്റെ അകത്ത് ഒരാൾ കർത്തൃമേശ എടുക്കാതിരുന്നാൽ എല്ലാവരും എന്ത് ചെയ്യും? 1000 പേരുടെ കർത്തൃമേശ കൊടുത്താൽ ഒരാൾ എടുത്തില്ല, എന്ത് ചെയ്തില്ല? അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ഒരാൾ കർത്തൃമേശ എടുക്കാതിരുന്നാൽ എല്ലാവരും എന്ത് ചെയ്യും? അതുകൊണ്ട് പുള്ളിയും കയറി എന്ത് ചെയ്യും? ആരോട് പാപം ചെയ്തു? സഹോദരാ, നമ്മൾ പടയുന്നുണ്ടാ. ഇനി ഞാനൊരു കാര്യം പറയുക. ഇപ്പം നിങ്ങളുടെ സമയത്ത് ആരോടൊക്കെ പോയെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ പറയുന്നു, എടാ നിന്റെ സഹോദരൻ നിനക്ക് വല്ലതുകൊണ്ടെന്ന് ഓർമ്മ വന്നാൽ നീ പോയി അവനോട് എന്ത് ചെയ്യണം? നിരക്കാതെ നീ ഏത് കൂടാരത്തിൽ പോയാലും ശരിയാകത്തില്ല. സഹോദരാ, എനിക്ക് പിണക്കമുണ്ടോ, എനിക്ക് വിദ്വേഷമുണ്ടോ, ഞാൻ എന്ത് ചെയ്യണം? നിരക്കാതെ ഞാൻ അപ്പുറത്ത് പോയി കർത്തൃമേശ എടുത്താൽ കർത്തൃമേശയ്ക്ക് വിലയൊന്നും ആർക്കും എൻ്റേതെന്ന് നിൻ്റെതൊന്നും പറയാനില്ല. അതിന്റെ ക്വാളിറ്റി കർത്താവിൻ്റെതാണ്. സഹോദരാ, അവൻ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്യുക, മത്സരിക്കുക. സഹോദരം, ഞങ്ങളെ പഠിപ്പിച്ച പി എൻ സക്രിയ സാർ പണ്ട് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കൂട്ട് കെ എബ്രഹാം സാറിൻ്റെ കാലത്തെ ചരിത്രം അവളിങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു, ആരോ ഒരാൾ കർത്തൃമേശ കൊടുക്കുമ്പോൾ പണ്ടൊക്കെ പാസ്റ്റർമാർ വിലക്കുമായിരുന്നു, ഇപ്പോൾ വിലക്കാൻ പറ്റൂ? ഞാനിപ്പോൾ കർത്തൃമേശ കൊണ്ടുമ്പോൾ റേച്ചാൻ പറയാം എടുക്കണ്ട എന്ന് പറഞ്ഞാൽ റേച്ചാൻ എന്ത് പറയും? അച്ഛൻ നോർമലി ഉടനെ അച്ഛൻ പറയുക എടുത്താൽ എന്നാ കുഴപ്പം? എത്ര പുളികൾ എടുത്തെന്നറിയാവോ? എനിക്കറിയാം. പക്ഷെ ഇപ്പം ആരും എന്ത് ചെയ്യത്തില്ല, വിലക്കത്തില്ല. വിലക്കിയാൽ എന്ത് ചെയ്യും? ചർച്ച വിട്ടുപോകും. അല്ലെ പാസ്വേഡ് എന്ത് ചെയ്യും? പിണക്കാകും, വഴക്കാകും. അതുകൊണ്ട് ആരും എന്ത് ചെയ്യത്തില്ല. ഒരു പരിധി വരെ പാസ്റ്റർമാർ ഈ പേടിച്ചാ ജോലി ചെയ്യുന്നത് ഇപ്പം. സഹോദരം, പക്ഷെ സംഭവിച്ചതെന്ന് അറിയാമോ? കെ എബ്രഹാം സാർ കുറച്ച് കർത്തൃമേശ കൊടുത്തു. കർത്തൃമേശ കൊടുക്കുമ്പോൾ കണ്ട കാഴ്ച എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കയറിയെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട
വീട്ടിലേക്ക് താൻ പാനപാത്രം എടുക്കാതെ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പടി കയറുന്നതിന് മുമ്പ് ഉരുണ്ട് പടച്ച് വീണു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അനന്യാസുറേയും സഫീറയുടെയും കാലമായിരുന്നെങ്കിൽ പല ഹോള് ശൂന്യമായി പോയി. പല ഹോളും എന്ത് ചെയ്തേനെ, പിന്നെ ആരും കാണത്തില്ല. യോ ചവടക്ക് ഏപ്പിളകിപ്പോയന്. അടക്കാനും ആള് വെച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് ഇടേണ്ടി വന്നേനെ. ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിന്റെ മേ തിരിച്ചറിയേണ്ട കാര്യം, പരിശുദ്ധാത്മാവിനോട് നമ്മൾ എന്ത് ചെയ്യരുത്, ഉള്ളത്തിന്റെ അകത്ത് ആരോടും കയ്പ് വെക്കാം. സ്വതന്ത്രം ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഈ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഇതിന് വിപരീതമായി ചെയ്താൽ എന്റെ കൺക്ലൂഷൻ വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും. ഇന്നിത് കേട്ടിട്ട് സ്വതന്ത്രം നിങ്ങൾ കുറച്ച് പേര് നിങ്ങൾ സന്തോഷത്തോടെ നിൽക്കുന്നവരാ. ഇത് ഇന്ന ആളോടായിരുന്നു, ഇത് പാസോടായിരുന്നു, ഇത് മറ്റവനോടായിരുന്നു എന്ന് കാച്ചേച്ച് വീട്ടിൽ പോയി പറഞ്ഞാൽ, എന്റെ ഭാഷ പറഞ്ഞ 8ന്റെ പണി ദൈവം തരും. സ്വതന്ത്രം ഈ വേദപുസ്തകത്തെ വളയ്ക്കരുത്, വേദപുസ്തകത്തോട് വ്യാജം കാണിക്കരുത്. പക്ഷേ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചാൽ എന്തായിത്തീരും? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? വിരോധം. പരിശുദ്ധാത്മാവ് വിരോധമായാൽ എന്ത് സംഭവിക്കും? മർക്കോസ് 3:29. മർക്കോസ് 3:29. ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് പരിശുദ്ധാത്മാവിനോട് ദോഷം ചെയ്താൽ, പാപം ചെയ്താൽ, വേദപുസ്തകത്തിൽ 3 വാക്ക് പ്രസക്തമാണ്: നിത്യജീവൻ, നിത്യദണ്ഡനം, നിത്യനാശം. ഇവിടെ എന്താ വായിച്ചത്? നിത്യശിക്ഷയ്ക്ക്, എറ്റേണൽ പണിഷ്മെന്റ് അല്ലേ മക്കളെ? സ്വതന്ത്ര ശ്രദ്ധിച്ചു നോക്കിയേ. നാം പരിശുദ്ധാത്മാവിനോട് ഇപ്പൊ തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്ത് ചറങ്ങിപ്പോയ വചനം പറയുന്നു അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയാണ്. സ്വതന്ത്രം. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. എങ്കിലും എത്തിയിട്ടില്ല കേട്ടോ, നമ്മൾ ഒത്തിരി കേൾക്കുക. അപ്പൊ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം നമുക്ക് വരാം, ദൈവം തെരഞ്ഞെടുത്ത് തള്ളിക്കളയൂ? ദൈവമല്ലേ തെരഞ്ഞെടുത്തത്, ദൈവം തള്ളിക്കളയൂ? നോക്കണ്ടേ? വായിര് 1 ശമൂവേൽ 16:14. 1 Samuel chapter 16 verse 14. ഒരുവനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുന്നതിന് മുന്നമേ തന്നെ ശമൂവേലിനോട് പറയുന്നു, രാജാവാകാനുള്ളവൻ വരുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവനെ അഭിഷേകം ചെയ്യണം. അവൻ തൈലക്കൊമ്പ് റെഡിയാക്കി തൈലവുമായിട്ട് കാത്തിരിക്കുകയാണ്. ദൂത് പറഞ്ഞിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, അതാ രസം. രസകരമായ ഒരു ദൂത പറയുന്നത്, യഹോവയുടെ അരുളപ്പാട് അറിയിക്കേണ്ട നീ അപ്പം ദാസനോട് മുൻപോട്ട് പോകാൻ പറയും. പോയ മാത്രയിൽ അവന്റെ തലയിൽ തൈലാഭിഷേകം ഒഴിയിച്ച് രാജ്യത്തെ 1ാമത്തെ രാജാവ്. ശ്രദ്ധിച്ചു നോക്കണം. രാജ്യത്തിനകത്ത് വരണം. ഇത് മുഴുവൻ കൺട്രോൾ ചെയ്ത് രാജ്യത്തിന്റെ ഭരണചക്രത്തിൽ കൊണ്ടെത്തിച്ച ഒരു മനുഷ്യൻ ആര്? ശൗൽ. പക്ഷേ അവൻ പരിശുദ്ധാത്മാവ് മത്സരിച്ചപ്പോ ദൂത് പറഞ്ഞത് ഏറ്റെടുക്കാതെ, നശിപ്പിക്കാൻ പറഞ്ഞ നശിപ്പിക്കാതെ, കൊഴുത്തതും തടിച്ചതുമായതിനെ നോക്കി സഹോദരാ അവൻ യാത്ര ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? അവനെ രാജസ്ഥാനത്ത് ദൈവം നീക്കി. ദൈവം അയച്ച ആത്മാവ് അവനെ വിട്ടു മാറി. ആ സ്ഥലത്ത് മറ്റൊരാത്മാവ് വന്നു. നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിനോട് മത്സരിച്ച് ഈ ഫൈറ്റിംഗ് ആത്മാവെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവല്ല. സഭയ്ക്കകത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും ഫൈറ്റിംഗ് വരുന്നുണ്ടോ? ആരോടെങ്കിലും വിശ്വാസികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ? പാസ്റ്ററോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ? ഈ നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചു, ദൂത് പറഞ്ഞു, എന്നോടങ്ങ് ഇഷ്ടം തോന്നുക. പക്ഷേ ലോക്കൽ പാസ്റ്ററോട് എന്തില്ല, ഇഷ്ടമില്ല. ഞാൻ പറയും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആരാ? ഈ ബാക്കിയുള്ള ഞാൻ അടക്കിയും കൂടി. ഞാൻ അതുകൊണ്ട് എല്ലാ സഭകളും ചെല്ലുമ്പോൾ പറയും, ദൈവമക്കളെ ഞാൻ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം.
ചിലവർ പക്ഷേ ഓർത്തോണേ, പ്രാർത്ഥിച്ചോണേ. പിന്നെ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ വേറെ കൊട്ടേഷൻ എനിക്ക്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഈ 6-ാം തീയതി വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പിന്നെ ഓർക്കുമ്പോഴെന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അല്ലാതെ കർത്താവ് വരുവോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. അബുദാബിയിൽ ഒരുത്തവൻ ഇതുകൊണ്ട് പറഞ്ഞതിൻ്റെ കൂട്ട് 2 ദൈവദാസന്മാർ ഒരുമിച്ച് താമസിക്കുക. അമേരിക്കയിൽ നിന്ന് ഒരാളെ വിളിച്ചു. പുള്ളിങ്ങനെ ഈ സന്ദേശമായിട്ട് പോവാ. അപ്പം അപ്പുറത്തൊരു മനുഷ്യൻ ദൈവദാസൻ 40 ദിവസം ഉപവാസമാണ്. ഈ പുള്ളി ഇപ്പുറത്ത് ഓട്സ് അടിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അമേരിക്കയിൽ നിന്ന് ഫോൺ വരുന്നത്. ഹലോ, എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഉപവസിച്ചുകൊണ്ടിരിക്കുക. ആ ദൈവദാസനോട് പറയുക, പക്ഷേ ഞാനൊരു ജഡികനായിരുന്നു, ഒരു തലി കൊന്നനി. ശ്രദ്ധിച്ചു നോക്കണം. ഫോൺ എടുത്ത് വെച്ചിട്ട് വ്യാജം പറയുക. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലോക്കൽ പാസ്റ്റർ, വേറെ ആരും കാണത്തില്ല. ബാക്കിയുള്ളവരെല്ലാം നിങ്ങളുടെ കീശയിലെ കാശ് കയ്യിലാക്കാൻ പല തന്ത്രങ്ങളും എന്ത് ചെയ്യും? ദൈവങ്ങളെ, എനിക്ക് എന്തോ ഒരു ഫോണാണ് വരുന്നത്. ഞാൻ അതുകൊണ്ട് ഏത് രാജ്യത്ത് പോയാലും തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പുള്ളി കൂടെ കൂടെ തീർന്നു. ഈ പുള്ളി കൂടെ കൂടെ വിളിക്കുന്നതിന്റെ കാരണം എന്തോ ഉണ്ട്. ഞാനൊരിക്കൽ കേട്ടതാ. ഇവിടെ വന്നേച്ച് മാഷന്മാര് നാട്ടോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൂടെ കൂടെ അങ്ങ് വിളിയാ. എന്തുകൊണ്ട് വിശേഷം? എന്തുകൊണ്ട് വിശേഷം? ആദ്യം ഫസ്റ്റ് എൻട്രി ഞാൻ വിദേശ രാജ്യത്ത് പോകുമ്പോഴാ ഞാൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ വിളിക്കത്തില്ല. ഞാൻ അന്ന് വിളി നിർത്തിയതാ. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ തിരിച്ചറിയണ്ട. പക്ഷേ ലോക്കൽ ഭാഷ വില എന്താ? ഞങ്ങളിനി ലോക്കൽ പാസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നറിയാമോ? ആടുകളെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കണം. ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ട ജോലി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇടിവ് നിന്നേ പറ്റൂ. സ്വതന്ത്രം. പക്ഷേ ഇടിവ് നിൽക്കുന്ന ഇടയനെ ആർക്ക് വേണ്ട? ഇത് വലിയൊരു മർമ്മമാണ്, നമ്മൾ തിരിച്ചറിയണം. പക്ഷേ അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ, മത്സരിച്ചു പോയാൽ ദൈവം അവനെ ആ സ്ഥാനത്ത് നീക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് നമ്മുടെ മേൽ ഈ സാധനം വരുന്നത്? അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 51-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് ഈ ഒരു പോർഷൻ നിർത്താം. 751. ശാഠ്യക്കാരും ശാഠ്യക്കാർ. നമുക്ക് എന്ത് പാടില്ല? ശാഠ്യം പാടില്ല. ഒന്ന് പറഞ്ഞാൽ 2 പറയും, ഒന്ന് വെച്ചാൽ മറ്റേ. ശാഠ്യം പാടില്ല. സ്വതന്ത്രം. ചിലപ്പോൾ പാസ്സായിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും? അതെൻ്റെ അതോറിറ്റിയാ. സ്വതന്ത്രം. ചില ആൾക്കാർ ഒരു പാസ് അത് ചെയ്യാൻ പാടില്ല. നോ, ഞാനത് ഷൗട്ട് ചെയ്യുക. എൻ്റെ ജോലിയാ ഒരു ചർച്ചിനെ എന്ത് ചെയ്യണം? ഞാൻ ഇടയനാ. എൻ്റെ ജോലിയാ ഞാൻ എന്ത് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അച്ഛാ, കുറച്ച് പേരേ ഉള്ളൂ സഭയിൽ. ഒരു മുസൽമാൻ എന്നോട് വന്നേച്ച് പറഞ്ഞു, പക്ഷേ നിങ്ങൾക്കിത് പാടണ്ടോ? അപ്പം ഞാൻ ചെന്നാ ബ്രദറെ, ഇവർ രണ്ടും നിങ്ങൾക്കിത് പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കാര്യം പറ. ഞങ്ങളുടെ അയലോക്കത്ത് നിങ്ങളുടെ ചർച്ചയിൽ വരുന്ന 2 പേരോട് രാത്രി പ്രാർത്ഥന ഞാൻ മുഴിഞ്ഞ ബ്രാക്കാന്ന് പിടിച്ച. അപ്പം ഞാൻ പറഞ്ഞു, അത് കൊള്ളാമല്ലോ, നല്ല ബ്രദറെ, ഞാനത് കൈകാര്യം ചെയ്യാമെന്നുള്ളൂ. ഞാനും ഭാര്യയും കൂടെ ശനിയാഴ്ച ദിവസം അവിടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഒരു സന്ധ്യ വെച്ചു, എന്തുകൊണ്ട് മാമേ വിശേഷം? സന്തോഷമായിരിക്കുന്നു. അയ്യോ ഭാഷ സന്തോഷമായിരിക്കും. പാട്ടും പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട്. ആ, എന്തിയേ? പുള്ളിക്കാരെ കൂടി ഇങ്ങനെ വിളിക്കേ. 2 പേരെയും വിളിച്ചിട്ട് വെച്ചു, എന്താ പറയുന്നത്? സന്തോഷമാണല്ലോ. അതെ, സന്തോഷമായിരിക്കുന്നു. അപ്പോഴേ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ നടക്കുന്നേ? ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് എനിക്കൊരു കംപ്ലൈൻറ്റ് വന്നു. നാട്ടുകാരുടെ, അവിശ്വാസിയുടെ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് വന്നു. നിങ്ങൾ രാത്രിയിൽ മുടിഞ്ഞ പ്രാക്കാണ്. ചീത്ത വരെ വിളിക്കുന്നുണ്ടെന്ന് കേട്ടത് ശരിയാണോ? എൻ്റെ ഭാഷ എന്നോട് പറഞ്ഞാൽ ഞാനും പറയും. എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും പറയുമോ? ഇല്ല. ഇവളെന്ത് പറഞ്ഞാലും ഞാൻ പറയും. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങോട്ട് എന്ത് ചെയ്യണ്ട? ആകെ 12-13 എണ്ണ ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് 2 എണ്ണത്തെ ഞാൻ എന്ത് ചെയ്യാ?
കെട്ടിയവൻ ഗൾഫിലാ, വന്നാൽ എനിക്ക് 10,500 രൂപ എത്തിയും കിട്ടുന്ന കൊട്ടേഷനാ. സഹോദരം, ആ അല്ലപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ക്രമീകരണമൊക്കെ വരുത്തേച്ച് ഞാനങ്ങ് പോയി. ശനിയാഴ്ച രാത്രി 11:30 എന്നെ വിളിച്ചേച്ച് പറയുക, അമ്മായിമ്മയ്ക്ക് സൂചിച്ചില്ല ഞാൻ ക്രമീകരണം വരുത്തിയത്. എൻ്റെ പാസ് ഏതാണ് പാസ്, ഇവളെന്നോട് വഴക്കുണ്ടാക്കുന്നു. പാഷ് ഇപ്പം ഇങ്ങോട്ട് വരണം. ഞാൻ പറഞ്ഞു എനിക്ക് പാതിരാത്രിക്ക് പോകുന്ന പണിയില്ലെന്ന് പറഞ്ഞു. ഞാൻ നാളെ രാവിലെ ചർച്ചയിൽ വാ. ചർച്ചയിൽ വന്നേച്ച് ഈ അമ്മാമ്മ ഒരു പാട്ടും പാടി അങ്ങോട്ട് എഴുന്നേറ്റ് പറയുക, ദശയുള്ളിടത്തെ കത്തിയോടും. ആർക്കിട്ടാ? അമ്മാമ്മയ്ക്ക് പ്രായം ചെയ്യുന്നു, മരുമക്ക് പ്രായക്കുറവാണ്, അതാ കാച്ചിയത്. ദശയുള്ളിടത്ത് ഇരിക്കാൻ പറഞ്ഞു. ഇരുത്തിയാണ് അന്നേരം ഒറ്റ ടൈമിൽ യോഗം കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. സഭ മുഴുവൻ സ്റ്റക്കായി. ആരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചില്ല, ബാക്കി ഞാൻ പ്രസംഗിച്ചു. യോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ ശേഷം രണ്ടനെങ്കിൽ പിടിച്ചു. ജനാപത്ത മധ്യത്തിൽ നിർത്തിട്ട് ചോദിച്ചു, മാമ പറഞ്ഞാട്ടെ. എനിക്ക് പ്രായമായതുകൊണ്ടല്ലേ എന്നോടങ്ങനെ പറഞ്ഞത്. അവർ ഈ വർത്താനം പറഞ്ഞതുകൊണ്ട് ദശയുള്ളിടത്തെ ഞാൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച മുതൽ ഈ കോമ്പൗണ്ടിൽ കയറിപ്പോയി ഇറങ്ങിപ്പോളാൻ പറഞ്ഞു. അറ്റ ടൈമിൽ ഇറക്കി വിട്ടു. അവരേത് സഭക്കാരെടുത്തോ എനിക്ക് വിഷയമല്ല, പക്ഷെ അവരെവിടെ പോകത്തില്ല. പിന്നെ അവനെ ഇനി കുഴിച്ചിടാൻ പോകുമ്പോൾ ഞാൻ എന്നാ പറയണ്ടേ? ഈ അമ്മാമ്മ എങ്ങ് തട്ടിപ്പോയി, ഞാൻ കുഴിച്ചിടാൻ കൊണ്ടുപോവാ, ഞാനല്ലേ അതിന് മുമ്പിൽ നിൽക്കണ്ടേ. അപ്പം ഈ പുള്ളിയെ കുഴിച്ചിടാൻ പോകുമ്പോൾ കാലാവസാനത്തിൻ്റെ ഓഹരി പ്രാപിപ്പാൻ അമ്മ എല്ലാ പെന്തക്കോസ്താരും സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം, വേദപുസ്തകത്തെ അനുസരിക്കണം, നിങ്ങളെ നടത്തുന്നവരെ അനുസരിക്കണം, ലോകത്തിന്റെ നിയമത്തെ അനുസരിക്കണം. ഇവയെ അനുസരിക്കാത്ത ഒരാളും ദൈവരാജ്യം ചെയ്യത്തില്ല. ഇതാ പ്രമാണം. ഞാനവരെ പറഞ്ഞു വിട്ടു. എല്ലാവരും എന്നോട് ചോദിച്ചു, പക്ഷേ 2 അങ്ങ് പോയല്ലോ, പോട്ടെ, മൊത്തം കൂടെ പോട്ടെ. ഞാൻ പറഞ്ഞത് 100 സഭയിൽ ഇരിക്കുന്നതിനൊക്കെ നല്ല 5 സ്വർഗത്തിൽ പോകുന്നത്. കൗണ്ടിങ് അല്ലെന്ന് വലുത്. സ്തോത്രം. ഞാൻ പറയാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു വില്ലിങ് ഉണ്ടാകണം. അതായിരിക്കണം നിങ്ങളുടെ മോട്ടിവേഷൻ. ശാഠ്യക്കാർ കാണുന്നതിനല്ല ഉത്തരം പറയുക, കാണുന്നതിനല്ല എടുത്തിയാടുക. എടാ, ഈ അഭിപ്രായം പറയുന്നത് നല്ലതെന്ന് ഞാൻ പറയും. ഇപ്പം നിങ്ങൾ 4 ആണുങ്ങൾ അഭിപ്രായം പറയാം. പ്രിൻസ് ബ്രദറും റേച്ചാനും അച്ഛനെ പറഞ്ഞ മനോജ് റേ 4 പേരും ഒരു അഭിപ്രായം പറഞ്ഞു. 4 പേരും 4 അഭിപ്രായം. ഇതിനെ കൺക്ലൂഡ് ചെയ്യേണ്ടത് ആരാ? പാസ്. പാസ് കൺക്ലൂഡ് ചെയ്തപ്പോൾ പറഞ്ഞു, പൊതുവായ ഒരു കാര്യം പറഞ്ഞു, ഇതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം. പ്രിൻസ് ബ്രദർ പറഞ്ഞ കാര്യം പാസ് എന്ത് ചെയ്തു? ഡിനേ ചെയ്തു. ഉടനെ എന്ത് തോന്നും? പുറത്തോട്ടിറങ്ങിയിട്ട് തോന്നുക. എങ്കിലും ഞാൻ പറഞ്ഞ കാര്യം മാത്രം എന്ത് ചെയ്തില്ല. ഒരു സമൂഹത്തിൽ അഭിപ്രായം പറയാം, അതിനെതിരെ ശാഠ്യം കാണിക്കുന്ന ശ്രോത്രം. ഇന്നിപ്പോഴത്തെ സഭയ്ക്ക് ഞാൻ ഈ രാജ്യത്ത് വന്നപ്പോഴാണ് സഭയുടെ കൺട്രോൾ മാറിയത് കാണുന്നത്. ഭാഷ വേണ്ടാന്നേ, അതിനൊക്കെ വേദോസത്തിൽ വാക്യം കിടപ്പുണ്ട്. എന്നാ ഗതികേട് വരാൻ പോകുന്നെന്നുള്ളത്. സ്വന്തം വേദോസത്തിൽ വാക്യം കിടപ്പുണ്ട്. ഇന്ന് നമുക്ക് ഭാഷ വേണ്ട. വ്യക്തമായി പഴയ നിയമം പഠിച്ചാൽ പുതിയ നിയമം പഠിക്കുമ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ കാണപ്പെടുന്നത് എന്താ? ശാഠ്യം. വിശ്വാസികളോട് ശാഠ്യം, പാസ്റ്ററോട് ശാഠ്യം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും പറഞ്ഞ് നടക്കണമെങ്കിൽ നടക്കുമോ? ഇവന്മാർ രണ്ടും കൂടെ അങ്ങോട്ട് അച്ഛനോട് ചാടുക. ഇപ്പം ബർഗർ വേണം, ഇപ്പം രാത്രി 11 മണിയായപ്പോഴാണ്, ഇപ്പം ബർഗർ വേണം. വീട്ടിലിരിപ്പില്ല. കണ്ടമാനം ചാടിയെന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കുമോ? പറയച്ചാ എൻ്റെ ഭാഷ പറഞ്ഞ എൻ്റെ മക്കൾക്ക് ഒരു ദിവസം മോള് വന്നിരുന്നപ്പോൾ ഞാൻ ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞു. മക്കളെ അതില്ല ഇവിടെ, എനിക്ക് വേണ്ട. ഞാൻ കുറേ ഏറെ നാൾ വാങ്ങിച്ചു കൊടുത്തില്ല. എൻ്റെ ഭാര്യയ്ക്ക് പാവയ്ക്ക ഇഷ്ടമല്ലായിരുന്നു. ഒരു സാധനവും വേണ്ട എന്ന് എന്നോട് എന്ത് ചെയ്യാൻ പാടില്ല. എൻ്റെ പോളിസിയാ അത്. ഞാൻ പാവയ്ക്ക തന്നെ അങ്ങ് തീറ്റിച്ചു, ദിവസവും പാവയ്ക്ക. അവസാനം ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് പാവയ്ക്ക കൊണ്ട് കൊടുത്തത് എന്തോ സന്തോഷമെന്നറിയോ?
എല്ലാവരുടെ ഇഷ്ടങ്ങൾ നടക്കുക എന്നുള്ളത് ലോജിക്കല്ല. അവിടെ ശാഠ്യം കാണിക്കരുത്. യേശു തമ്പുരാൻ വിശുദ്ധിക്ക് വേണ്ടി ശാഠ്യം കാണിച്ചു. ആലയത്തെ അശുദ്ധമാക്കുന്നത് കണ്ടപ്പോ അവൻ ചാട്ടവാറെടുത്ത് അടിച്ചു. വിശുദ്ധിക്ക് വേണ്ടി, അശുദ്ധിക്ക് വേണ്ടിയല്ല. സ്വതന്ത്രം. 2, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ. നിൽക്കുവാനൊക്കെ ഹൃദയം മനുഷ്യന്റെ, ആത്മീയ മനുഷ്യന്റെ പ്രധാന ഘടകമാണ്. ഹൃദയം നിറയുന്നത് എത്ര? വായ. ഹൃദയത്തിന്റെ അകത്ത് കണ്ട കുടുംബം കൂടി കുശാമയും വഴക്കും വടക്കും എല്ലാം വെച്ചുകൊണ്ട് എങ്ങനെ എന്റെ ചോദ്യം എങ്ങനെ ആരാധിക്കാൻ പറ്റും? സഹോദരം, ഇവിടെ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചു നോക്കിയേ. ഹൃദയത്തിനും ചെവിക്കും എല്ലാം കേൾക്കാൻ കാത്തിരിക്കരുത്. എല്ലാം കേൾക്കാൻ നമ്മുടെ ചെവി തുറന്നു വെക്കരുത്. കേൾക്കേണ്ടത് കേട്ടാ മതി. സഹോദരം, എല്ലാ കാര്യത്തിനും ചെവി കൊടുക്കരുത്. കൊടുത്താൽ ഈ കാൽഗറിയിലുള്ള മുഴുവൻ സഭക്കാരുടെയും റിപ്പോർട്ട് കേൾക്കാൻ നിങ്ങൾ പോയാൽ നിങ്ങൾ പൊളിഞ്ഞു. സഹോദര, എന്റെ അനുഭവത്തിൽ നിന്ന് പറയും, എനിക്ക് ഭൂതം ഉണ്ടെന്നും പറഞ്ഞു നടന്ന വാഗത്താനത്ത് കുറെ പുള്ളികളുണ്ട്. എനിക്ക് ഭൂതമുണ്ടെന്ന് ആ ഏരിയ പിന്നെ പ്രസംഗിക്കാൻ പോകും. എനിക്ക് ഭൂതമാണ്. ഒരാളെ ഭൂത്തറയ്ക്കാൻ പറ്റിയതാ. പക്ഷെ ആ സ്ഥലത്ത് പോയി മീറ്റിംഗ് നടന്ന അതേ വീട്ടിൽ എൻ്റെ ചെലവിൽ ഞാൻ വേറെ മീറ്റിംഗ് നടത്തി. കോട്ടയം വാഗത്താനം പുതുപ്പള്ളി ഏരിയയിൽ വിളിച്ച സകല പ്രോഗ്രാമും ക്യാൻസൽ ആകുക. 2 ദിവസം മുമ്പ് വിളിച്ചു, പക്ഷേ നമ്മുടെ പ്രോഗ്രാം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തേക്കാണ്. 1-2 പോസ്റ്റ്പോൺ ഒക്കെ ചെയ്താൽ നമുക്കറിയാം. ഉള്ള പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ആകുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ കുത്തിരുന്ന് പ്രാർത്ഥിക്കും. എനിക്കെല്ലാം ആൻസർ ദൈവത്തിൽ നിന്നാണ്. അന്വേഷിക്കാൻ ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ എവിഡൻസും നമ്മുടെ കൈ കൊണ്ടത്തരും. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാനോട്, ചേട്ടാ നിനക്കെതിരെ കളവ് വെച്ചേക്കുക. അവൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥന നടത്തി വന്ന് പറഞ്ഞ് വിളിച്ച ഉപദേശിമാരെ സഭക്കാരെ എല്ലാവരും ഞാൻ ആ പുള്ളിയെ കൊണ്ട് വിളിപ്പിച്ചു. അവിടെ ഇരുത്തി പ്രാർത്ഥന നടത്താനുള്ള തൻ്റെ എനിക്കറിയാം. എനിക്ക് ഭൂതമില്ലെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ മേൽ ദുരാത്മാവല്ല എന്നുള്ളത് എനിക്കറിയാം. അതിനെ ക്ലാരിഫൈ ചെയ്യാൻ ഒരു പ്രവാചകന്റെ ആവശ്യം എനിക്കില്ല. അതിനെ ക്ലാരിഫൈ ചെയ്യാൻ എൻ്റെ ആത്മാവ് തന്നെ എന്നോട് സാക്ഷ്യം. ഹൃദയം കേട്ടതിന് ചെവിക്കൊത്തവണ്ണം ഞാൻ കേട്ട ചോടിപ്പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വതന്ത്രം. ഹൃദയത്തിന് ചെവിക്കും. ഹൃദയം കേട്ടാൽ യേശു തമ്പുരാന്റെ മനോഭാവം നമുക്ക് വരണം. യേശുവിനെ കളിയാക്കി, തുപ്പി, അടിച്ചു, നിന്ദിച്ചു. പക്ഷെ ക്രൂശിക്കടതുകൊണ്ട് യേശു, കർത്താവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയാൽ ക്ഷമിക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത ഒരാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വാഴരുത്. സ്വതന്ത്രം. അത് വന്നാൽ വചനം പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട്, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് എന്തവനെ മത്സരിക്കുന്നു. സ്വതന്ത്രം. അതുകൊണ്ട് ഒന്നാമത്തെ ടോപ്പിക് നമ്മുടെ തീർന്നിട്ടില്ല, കണ്ടിന്യൂസ് കിടക്കുകയാണ്. സ്വതന്ത്രം. രണ്ടാമത്തെ ടോപ്പിക്ക് ഭയങ്കര ഗഹനമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കിങ്ങനെ പോകാം. സ്വതന്ത്രം. നമ്മൾ ചുമ്മാതെ കാക്കരി പൂക്കരി കൊപ്രാൻ തങ്ങുന്ന ഒരു ഗിജി ഗിച്ചിട്ട് തന്നെ കാര്യം. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ഒന്ന് പഠിച്ചു പോകാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ണടച്ചാട്ടെ. ഒരു നിമിഷം നിങ്ങളും നിങ്ങളുടെ മുമ്പിൽ ദൈവം നിൽക്കുന്നു. കർത്താവ് പറഞ്ഞു, 2-3 പേർ കൂടി വരുന്നിടത്ത് ഞാൻ വരാം. ദൈവ സാമീപ്യം ചെറിയ കൂട്ടത്തിന്റെ നടുവിൽ. ഇന്ന് രാത്രിയിൽ നിങ്ങളും മറ്റാരെയും കുറ്റം വിധിക്കാതെ, മറ്റാരിലേക്കും വിരൽ ചൂണ്ടാതെ ഒരു സ്വയവിചിന്തനം നടത്തിക്കുകയും, എൻ്റെ മേൽ കർത്താവ് ഞാൻ അങ്ങേ അറിഞ്ഞു, ഞാൻ അങ്ങയുടെ പൈതലായി. ഇന്ന് രാത്രി ഞാൻ അങ്ങയുടെ മുമ്പാകെ അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ അങ്ങയോട് പാപം ചെയ്തിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് നോ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ കരുണ ലഭിക്കുമെന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പറ, തെറ്റിപ്പോയി കർത്താവ്,
അങ്ങനെ അറിഞ്ഞ ദിവസമുണ്ട്, ഞാൻ അങ്ങേ അറിഞ്ഞൊരു ദിവസമുണ്ട്. ആ സന്തോഷം എന്നിൽ നിന്ന് പോയി, ആ സമാധാനം എന്നിൽ നിന്ന് പോയി. എന്റെ ഉള്ളിൽ അങ്ങയുടെ സന്തോഷത്തിന് പകരം മറ്റു പലതുമാണ്. ഇന്ന് രാത്രി ഞാൻ അടുത്ത് വരുന്നു ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടത്തോട്. ദൈവമേ, അങ്ങക്ക് ഇഷ്ടം തോന്നണമേ, എന്നെ അതിനുപയോഗിക്കണമേ, എന്നെ അതിനുപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. നമ്മുടെ ഉള്ളിലെ കൊച്ചു മത്സരങ്ങൾ പുറത്തു പോകട്ടെ. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾ കുറച്ചു പേരെ ഉള്ളെങ്കിലും ഒരു കൊച്ചു മത്സരം കിടപ്പാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, അത് നിങ്ങളിൽ നിന്ന് ഇന്ന് എടുത്ത് പുറത്ത് കളയുക. ഇരുളിന് വാഴാൻ അവസരം കൊടുക്കരുത്. ഇരുള് നിങ്ങളുടെ മേൽ വാഴരുത്. നിങ്ങളുടെ മുൻ നിർണയങ്ങളും മുൻ ചിന്തകളും എടുത്തുകളാ, മുൻവിധികൾ എടുത്തുകളാ. പരിശുദ്ധാത്മാവിൽ സറണ്ടർ ചെയ്യും. അങ്ങനെയെങ്കിൽ നാളെ മുതൽ നടക്കുന്ന മീറ്റിങ്ങിന് ദൈവം അനുഗ്രഹിക്കും. നിങ്ങളത് കണ്ടക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ദൈവപ്രവൃത്തി നടക്കേണ്ടത്, അതിന് തടസ്സം പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ്. നാളെ നടക്കുന്ന മീറ്റിങ്ങുകളിൽ അത് സംഭവിക്കപ്പെടുവാൻ കർത്താവേ, ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, ഞാനത് ലീഡ് ചെയ്യുമ്പോൾ, ഞാനത് കണ്ടക്ട് ചെയ്യുമ്പോൾ, ഞാൻ പറയുന്ന വാക്കുകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് അറിയണമേ. വരുന്ന ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ. അവരുടെ ഉള്ളങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന നാളുകളിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നവരായി തീരുവാൻ, കഴികൾ പ്രാപിക്കുന്നവരായി തീരുവാൻ കർത്താവേ, എന്നിൽ നിന്ന് ഒരു ദൈവശക്തി അവിടെ വെളിപ്പെടണമേ. കർത്താവേ, അങ്ങെന്തു പറഞ്ഞാലും അങ്ങനെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. കോപിച്ചിട്ടുണ്ട്, പിണങ്ങിയിരുന്നിട്ടുണ്ട്, ഞാൻ പലതും പറഞ്ഞു പോയിട്ടുണ്ട്, മുൻവിധി വെച്ച് പോയിട്ടുണ്ട്. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിനോട് വിരോധമായി ഞാൻ ചെയ്തതുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് തുണയായി ഇന്ന് രാത്രി ഇറങ്ങി വരണമേ എന്ന് ദൈവത്തോട് പറയാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ അപ്പ, ഇന്ന് രാത്രി ജനത്തിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടം അവരുടെ മേൽ അയക്കണം. പരിശുദ്ധാത്മാവിന്റെ ഹിതം അവരുടെ മേൽ അയക്കണം. കർത്താവേ, ഞങ്ങളെ വിളിച്ച നാളുകളും ഞങ്ങളെ തിരഞ്ഞെടുത്ത നാളുകളെയും അങ്ങ് നോർക്കുമാറാകണമേ. ഈ ജനത്തോട് അങ്ങ് ഇഷ്ടം തോന്നണമേ. അതേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് പാപം ചെയ്യാതെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്യാതെ കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ മുമ്പാകെ വിട്ടുതരുന്നു. ഒരു യേശുവിന്റെ കഴികൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹൃദയാന്തര ഭാഗങ്ങളുടെ മേൽ ശുദ്ധീകരണം സംഭവിക്കട്ടെ. ആത്മാവിന്റെ ബഹുത്വം അവരുടെ മേൽ സംഭവിക്കപ്പെടണമേ. അതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആത്മാവ് ഇന്ന് രാത്രിയിൽ അവർ വിശ്രമിക്കുമ്പോൾ അവരോട് സംസാരിക്കണം. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളിൽ ആരെന്നൊരു തിരിച്ചറിവ്. ഞങ്ങൾ സാധാരണക്കാരല്ല, ഞങ്ങൾ അസാധാരണ മനുഷ്യരെന്ന തിരിച്ചറിവ് ഇന്ന് രാത്രി വെളിപ്പെടണമേ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഇരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിപാലനം കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയവും കേൾക്കപ്പെട്ട വചനത്തോടും കർത്താവിൻ്റെ വരവോളും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ആമേൻ. കർത്താവായ യേശുവേ, ദൈവം അനുഗ്രഹിക്കട്ടെ.